ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസ് പരീക്ഷ വളരെ അടുത്തെത്തിയിട്ടുണ്ട്. പലപ്പോഴും മെസ്സേജുകളൊക്കെ വരുന്ന ഒരു കാര്യമാണ്, സാറേ പ്രിസൺ ഓഫീസറിനുള്ള ക്ലാസ് ചെയ്യുമോ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പവർ ക്യാപ്സ്യൂൾ ക്ലാസ്സിലൊക്കെ പലപ്പോഴും കമന്റുകൾ കാണാറുണ്ട്, സാറേ പ്രിസൺ ഓഫീസറിനുള്ള ക്ലാസ് എത്രയും പെട്ടെന്ന് ചെയ്യുമല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പല കമന്റുകളും കാണാറുണ്ട്. പക്ഷെ നമുക്ക് പവർ ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ ഹോട്ട് ടോപ്പിക്സോ ഒക്കെ പോലെ ഒരു സീരീസ് ആയിട്ട് ഒരുപാട് ചെയ്യാനുള്ള ഒരു സമയം നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കൊരു ക്വിക്ക് റിവിഷൻ പോലെ, അതായത് ഒരു ക്വിക്ക് ബൂസ്റ്റർ സെഷൻ പോലെ നിങ്ങൾക്ക് എത്തിച്ചു തരാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ, എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു പോകുന്നത് പോലെ ഒരു മാരത്തോൺ സെഷൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന, അതായത് കഴിഞ്ഞ APO എക്സാമിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെടുത്തിയ അനുബന്ധ വിവരങ്ങളും അതുമായി ബന്ധപ്പെടുത്തി വേറെ എന്തൊക്കെ വിവരങ്ങൾ നിങ്ങൾ അറിയാണ്ടോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവാം. നമുക്ക് ആസ്വദിച്ച് തന്നെ ഓരോ കാര്യങ്ങളും ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചു പോവാം. നിങ്ങൾ കേട്ടറിഞ്ഞ് പിന്നെ അത് പഠിക്കാനൊന്നും സമയം കൊടുക്കണ്ട, ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും ഇഷ്ടപ്പെട്ട് തന്നെ പഠിച്ചു പോവാം. അപ്പൊ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമുക്ക് ഒറ്റ ക്ലാസ്സിൽ ചിലപ്പോൾ ഇത് തീർക്കാൻ പറ്റില്ല, കാരണം ഒരു വിഭാഗം മാത്രമേ നമുക്ക് ഈ ഒരു മാരത്തോണിൽ തീർക്കാൻ പറ്റുള്ളൂ. മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് ഇനിയും ചെയ്യേണ്ടി വരും. അപ്പൊ മിക്കവാറും 2 ക്ലാസ്സോ അല്ലെങ്കിൽ 3 ക്ലാസ്സോ വേണ്ടി വരും. 2 ക്ലാസ് എന്തായാലും നിർബന്ധമായിട്ടും വേണ്ടി വരും. അപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് ഉപകരിക്കുകയാണെങ്കിൽ അടുത്ത ക്ലാസ്സും നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുകയാണെങ്കിൽ, ക്ലാസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് മിസ്സായി പോകും. അപ്പൊ അടുത്ത ക്ലാസ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ VFA ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. VFA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ആസ്വദിച്ച് തന്നെ ഇഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ച് റാങ്ക് നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവുക. അതുപോലെ തന്നെ നമ്മുടെ 10th പ്രിലിംസ് ബാച്ച് ക്ലോസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ. VFA ബാച്ച് നമ്മൾ ആരംഭിക്കുന്നേ ഉള്ളൂ. 20-ാം തീയതിയാണ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ പ്രിലിംസ് ബാച്ച് 10th പ്രിലിംസിന് 2 ബാച്ച് ഉണ്ട്. ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ഇപ്പൊ അടുത്ത് തന്നെ അത് ക്ലോസ് ചെയ്യും. അല്ലെങ്കിൽ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പെൻഡിങ് വരും ക്ലാസ്സുകൾ. അപ്പൊ അതിനാണ് ഇപ്പൊ തന്നെ നമ്മൾ എന്തായാലും ബാച്ച് ക്ലോസ് ചെയ്യും. അപ്പൊ 10th പ്രിലിംസ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ കമ്പനി ബോർഡ് LGSനോ അല്ലെങ്കിൽ ബെവ്കോ LDCക്കോ ഏതിലെങ്കിലൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പ്രിലിംസ് ഉണ്ടാവും. അപ്പോൾ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ക്രാക്ക് ചെയ്യും എന്ന് ഉറപ്പിച്ച് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ 120 ഡേയ്സ് ക്രാഷ് ബാച്ചിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. വൈകരുത്, പ്രിലിംസ് ബാച്ചിൽ ഇനി വൈകരുത്. മറ്റേ നമ്മൾ 20-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 2ന്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചോദിച്ചറിയാണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. അപ്പൊ നമുക്ക് അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ്? നമുക്കറിയാം, അവധിനെയാണ് അല്ലെ, അവധിനെയാണ് വിശേഷിപ്പിച്ചത്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് അവധിനെയാണ്. ഏതിനെയാണ്? അവധിനെയാണ്. ഇത് പഠിച്ചു വെക്കേണ്ടത് പ്ലസ് 2 ലെവലിലൊക്കെ, പ്ലസ് 2 10th ലെവലിലൊക്കെ എപ്പോഴും വരുന്നത്, അതും മെയിൻസ് എക്സാമുകൾക്ക് എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണത്. ഓക്കെ, ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് ഡൽഹൌസി പ്രഭു വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ്? അവധിനെയാണ്. അല്ലെങ്കിൽ ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആര് എന്നൊരു ചോദ്യം വരും. അല്ലെങ്കിൽ ഡൽഹൌസി പ്രഭു അവധിനെ എന്താണ് വിശേഷിപ്പിച്ചത് എന്നും ചോദ്യം വരും. അപ്പൊ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. ഈ ഡൽഹൌസി പ്രഭുവാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഡൽഹൌസി പ്രഭുവാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അല്ലെ. ഡൽഹൌസി പ്രഭുവാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ്. അപ്പൊ ആരാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭുവാണ്. എപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്നത്? 1853-ലാണ്. 1853-ലാണ് ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്നത്. ആദ്യ റെയിൽപാത ചോദ്യം വരാറുണ്ട് അല്ലെ. ഇന്ത്യയിലെ ആദ്യ റെയിൽപാത ഏത് മുതൽ ഏത് വരെയാണ്? ബോംബെ മുതൽ താനെ വരെയാണ്. 1853-ൽ ആദ്യ റെയിൽപാത നിലവിൽ വന്നത് ബോംബെ മുതൽ താനെ വരെ. ബോംബെ മുതൽ താനെ വരെയാണ്. പഠിച്ചു വെച്ചോ, ആദ്യ റെയിൽപാത, ഇന്ത്യയിലെ ആദ്യ റെയിൽപാത ബോംബെ മുതൽ താനെ വരെയാണ്. 1853-ലാണ് നിലവിൽ വന്നത്. ഏത് മുതൽ ഏതുവരെ? ബോംബെ മുതൽ താനെ വരെ. അപ്പൊ നമുക്ക് ചോദ്യം വരും, കേരളത്തിലെ ആദ്യ റെയിൽപാത നിലവിൽ വന്നത് എപ്പോഴാണ്? 1861-ലാണ്. ഓക്കെ, 1861-ലാണ് കേരളത്തിലെ ആദ്യ റെയിൽപാത നിലവിൽ വന്നത്. എപ്പോഴാണ്?
1861 1861 കേരളത്തിലെ ആദ്യ റെയിൽപാത ഏത് മുതൽ ഏതുവരെ? ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേരളത്തിലെ ആദ്യ റെയിൽപാത നിലവിൽ വന്നത്. ഈ റെയിൽപാതയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുപ്രസിദ്ധ സംഭവം പഠിക്കാണ്ട്. ഏതാണ്? വാഗൺ ട്രാജഡിയും നമ്മൾ അറിഞ്ഞിരിക്കണം. വാഗൺ ട്രാജഡി എപ്പോഴാണ്? 1921 നവംബർ 10 അല്ലെ? 1921 നവംബർ 10 വാഗൺ ട്രാജഡി. അപ്പൊ ഇതുപോലെ നമുക്ക് ഓരോ കാര്യങ്ങളും എന്തൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നും കണക്ട് ചെയ്തു പോകും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്വസ്റ്റിനുമായി ബന്ധപ്പെട്ട് അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും ഞാൻ കുറച്ചേ പഠിച്ചുള്ളൂ. അങ്ങനെയല്ല, നമുക്ക് എന്തൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുമോ, ചുറ്റുപാടുള്ള ഇതുമായിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാൻ പറ്റുമോ അതൊക്കെ ഞാൻ പറ്റുന്ന അത്രയും കണക്ട് ചെയ്ത് തരാം. ഇതൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാവും. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. വാരി വലിച്ച് അവിടുന്ന് ഇവിടുന്ന് വെറുതെ കുറെ പറഞ്ഞു തരില്ല. ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ഇതുപോലെ പഠിച്ചു പോവാം. ഇപ്പൊ വാഗൺ ട്രാജഡിയെ പറ്റിയിട്ടാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറെ പഠിക്കാണ്ട്. അങ്ങനെ പഠിക്കല്ല, ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ക്വിക്ക് ബൂസ്റ്റർ എന്ന് പറയുമ്പോൾ അത്രയും ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഉറപ്പിന് എത്തിച്ചു തരാം. ഓക്കെ, അപ്പൊ 1921 നവംബർ 10 ഡേറ്റ് പഠിച്ചു വെക്കണം. 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നത് അല്ലെ? വാഗൺ ട്രാജഡി. ഈ വാഗൺ ട്രാജഡി എന്താ സംഭവം നമുക്കറിയാം. നമുക്ക് എന്താണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവം. അതൊരു ചോദ്യമാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവം ഏതെന്ന് ചോദ്യം വരാറുണ്ട്. ഏതാണ്? വാഗൺ ട്രാജഡി. മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം ഏതെന്ന് ചോദ്യം വരാറുണ്ട്. ഏതാണ്? പൂക്കോട്ടൂർ ലഹള. അപ്പൊ രണ്ടും പഠിച്ചു വെച്ചോ. ഇപ്പൊ നമ്മൾ മലബാർ കലാപം എത്തില്ല. അപ്പൊ മലബാർ കലാപം നടന്ന വർഷം 1921. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി. മലബാർ കലാപത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണമാണ് പൂക്കോട്ടൂർ ലഹള. അപ്പൊ 1921 നവംബർ 10 ഏത് നടന്നത്? വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവമാണ് വാഗൺ ട്രാജഡി. ഇതിലൊരു ചോദ്യം വരാറുണ്ട്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ. ഈ മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപകാരികളെ ഇവർ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാണ് അല്ലെ? കലാപകാരികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കാണ്. അപ്പൊ ഇവിടുത്തെ ജയിലൊക്കെ കുത്തി നിറച്ചു. അതായത് ഇവിടുത്തെ ജയിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരെ എങ്ങോട്ട് കൊണ്ടുപോവാണ്? കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, കോയമ്പത്തൂർ ജയിലിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോകും വഴി ഈ വാഗന്റെ ഉള്ളിൽ കടന്ന്, അതായത് ട്രെയിനിന്റെ ഉള്ളിൽ കടന്നിട്ട് ശ്വാസം മുട്ടി പലരും മരിക്കുകയാണ്. അങ്ങനെ ഈ സംഭവം എവിടെയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദ്യം വരാറുണ്ട്. അത് പോത്തന്നൂർ സ്റ്റേഷനാണ്. ഏതാണ്? പോത്തന്നൂർ സ്റ്റേഷൻ. ഓക്കെ, പോത്തന്നൂർ സ്റ്റേഷൻ ആണ്. അപ്പൊ ചോദ്യം വരും, ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് ആരെന്ന്? ആരാണ് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത്? സുമിത് സർക്കാർ ആണ്. ഓക്കെ, സുമിത് സർക്കാർ. സുമിത് സർക്കാരാണ് എന്ത് വിശേഷിപ്പിച്ചത്? ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് ആരാണ്? സുമിത് സർക്കാർ ആണ്. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ ഏതെന്ന് ചോദ്യം വരികയാണെങ്കിൽ നമ്മൾ ഏത് പറയണം? അത് പോത്തന്നൂർ സ്റ്റേഷൻ ആണ്. അവരെ എങ്ങോട്ടാണ്, കലാപകാരികളെ എങ്ങോട്ടാണ് കൊണ്ടുപോയിരുന്നതെന്ന് ചോദിച്ചാൽ കോയമ്പത്തൂരിലേക്കാണ്. അപ്പൊ അതും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോ റെയിൽവേ നമ്മൾ പഠിച്ചു. 1853 ഇന്ത്യയിൽ ആദ്യ റെയിൽപാത നിലവിൽ വന്നത്. 1861 കേരളത്തിൽ ആദ്യത്തേത് വന്നത്. പിന്നെയും ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം ഉണ്ട്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസി പ്രഭു ആണ് അല്ലെ? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു ആണ്. അപ്പൊ അത് നിർത്തലാക്കിയത് ആരാണ്? കാനിങ് പ്രഭു. ഓക്കെ, കാനിങ് പ്രഭു ആണ് ദത്തവകാശ നിരോധന നിയമം നിർത്തലാക്കിയത്. നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു, നിർത്തലാക്കിയത് കാനിങ് പ്രഭു. നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു, നിർത്തലാക്കിയത് കാനിങ് പ്രഭു. ഏത് പ്രകാരമാണ്, ഏത് വിളംബര പ്രകാരമാണ് നിർത്തലാക്കിയത്? 1758 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബര പ്രകാരമാണ് നിർത്തലാക്കിയത് എന്നും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞു വെക്കുക. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വേറെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കാം. 1848 ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് അവധ്. 1856. അപ്പൊ അവിടെ പഠിക്കാണ്ട് ആര് നടപ്പിലാക്കിയ? ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമം. നമ്മൾ നേരത്തെ പറഞ്ഞു ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരെന്ന് ചോദ്യം വന്ന ആരാണ്? അത് ഡൽഹൌസി പ്രഭു ആണ്. നിർത്തലാക്കിയത് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വന്ന അത് ആരാണ്? അത് കാനിങ് പ്രഭു ആണ്. പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോ ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന അവധിനെ വിശേഷിപ്പിച്ചത് ഡൽഹൌസി പ്രഭു ആണ്. അവസാനമായി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യമാണ് അവധ്. ഏത് വർഷം? 1856. അവധിലെ നവാബായ വാജിദ് അലി ഷായെ ഡൽഹൌസി പ്രഭു നാടുകടത്തിയ സ്ഥലം കൊൽക്കത്തയാണ് കേട്ടോ. കൊൽക്കത്തയാണ്. ഓക്കെ, അവധിലെ നവാബായ വാജിദ് അലി ഷായെ ഡൽഹൌസി പ്രഭു നാട് കടത്തിയ സ്ഥലം എങ്ങോട്ടാണ് നാട് കടത്തിയത്? കൊൽക്കത്തയിലേക്കാണ്. എങ്ങോട്ടാണ്? കൊൽക്കത്തയിലേക്കാണ്.
അവധ് മേഖലയിലെ കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടിരുന്നത് അഹമ്മദുള്ള ഷാ ആണ്. അഹമ്മദുള്ള ഷാ. ഓക്കെ, അഹമ്മദുള്ള ഷാ. അവധ് മേഖലയിലെ കലാപത്തിന്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടിരുന്നത് അഹമ്മദുള്ള ഷാ. ആരാണ്? അഹമ്മദുള്ള ഷായാണ്. ഇത് പഠിച്ചു വെക്കണം. അവധിലെ നവാബായ വാജിദ് അലി ഷായെ ഡൽഹൌസി പ്രഭു നാടുകടത്തിയ സ്ഥലം കൊൽക്കത്തയാണ്. കൊൽക്കത്തയിലേക്കാണ് നാടുകടത്തിയത്. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കുക. ചെണ്ടമേളക്കാരുടെ അകമ്പടിയോടെ പല്ലക്കിൽ സഞ്ചരിച്ചിരുന്നതിനാൽ ഡങ്കാഷ, ചെണ്ട കൂടെയുള്ള മൗലവി എന്നറിയപ്പെട്ടിരുന്നത് അഹമ്മദുള്ള ഷായാണ്. ഓക്കെ, ഡങ്കാഷ, ചെണ്ട കൂടെയുള്ള മൗലവി എന്നറിയപ്പെട്ടിരുന്നത് അഹമ്മദുള്ള ഷായാണ്. ഇത് പഠിച്ചു വെക്കുക. ചെണ്ടമേളക്കാരുടെ അകമ്പടിയോടെ പല്ലക്കിൽ സഞ്ചരിച്ചിരുന്നതിനാൽ ഡങ്കാഷ, ചെണ്ട കൂടെയുള്ള മൗലവി എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? അഹമ്മദുള്ള ഷായാണ്. ആരാണ്? അഹമ്മദുള്ള ഷാ. ആരാണ്? അഹമ്മദുള്ള ഷായാണ് ഡങ്കാഷ എന്നറിയപ്പെടുന്നത്. ഡങ്കാഷ എന്താണ് അതിന്റെ അർത്ഥം? ചെണ്ട കൂടെയുള്ള മൗലവി. എന്താണ്? ചെണ്ട കൂടെയുള്ള മൗലവി എന്നാണ് അർത്ഥം. ഓക്കെ, അടുത്തത് നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ. അപ്പൊ 1929 സമ്മേളനം എവിടെ വെച്ചിട്ടാണ് നടന്നത്? ലാഹോർ സമ്മേളനമാണ് അല്ലെ. 1929 നെഹ്റു അധ്യക്ഷനായ സമ്മേളനം ഏതെന്ന് ചോദ്യം വരാറുണ്ട്. ഏതാണ്? ലാഹോർ സമ്മേളനമാണ്. അല്ലെങ്കിൽ അവിടെ കൺഫ്യൂഷൻ ആക്കാൻ വേറൊരു സംഭവം തരും. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരുമ്പോൾ 1927 ലാഹോർ സമ്മേളനം നടന്നത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ തരും. തെറ്റിക്കരുത്. 1927 അത് മദ്രാസ് സമ്മേളനമാണ്. 29 ലാഹോർ സമ്മേളനം നടന്നത്. നേരെ പഠിച്ചു വെച്ചിട്ട് പോയിക്കോ, കൺഫ്യൂഷൻ ആക്കും. സ്റ്റേറ്റ്മെന്റ് വന്നാൽ കൺഫ്യൂഷൻ ആവും. 1929 ലാഹോർ സമ്മേളനം. 1929 ലാഹോർ സമ്മേളനം. 27 എന്താണ്? മദ്രാസ് സമ്മേളനമാണ്. ഓക്കെ, ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി. ഓക്കെ, ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനം കണ്ടെത്തുക. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി. എന്താണ്? ശരിയാണ്. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി. പൂർണ്ണ സ്വരാജ് ആണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചത് ലാഹോർ സമ്മേളനത്തിലാണ്. ഇത് ചോദ്യം വരും. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് INC സമ്മേളനം ഏതെന്ന് ചോദ്യം വന്നാൽ അത് ലാഹോർ സമ്മേളനമാണ്. നിസ്സഹകരണ സമരം ആരംഭിക്കുക. ഇതില്ലല്ലോ, നിസ്സഹകരണ സമരം ഇല്ല. അതേതാണ്? നാഗ്പൂർ സമ്മേളനത്തിലാണ് അല്ലെ. നാഗ്പൂർ സമ്മേളനത്തിലാണ്. ജനുവരി 26 1930 സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കണം അല്ലെ. ജനുവരി 26 1930 ആദ്യം സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് എപ്പോഴാണ്? ജനുവരി 26 ആണ് അല്ലെ. ജനുവരി 26 1930 ജനുവരി 26. അപ്പൊ ഇതിൽ ഏതാണ്? 3 മാത്രമാണ് തെറ്റ്. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? ബന്ധപ്പെടാത്ത തീരുമാനം. ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം നല്ല ടെൻഷനിൽ ഇരിക്കുന്ന ടൈം ആവും. അപ്പൊ സ്പീഡിൽ പോയി ആൻസർ ചെയ്യരുത്. അവിടെ നിങ്ങൾക്ക് എന്തായാലും തരും. നിങ്ങൾക്ക് ഇത് അറിയുന്നുണ്ടാവും. ഇതാണ് ഇതിൽ തെറ്റ് എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അവിടെ ചിലപ്പോൾ ഓപ്ഷൻ എയിൽ ഒരു സംഭവം കിടക്കുന്നുണ്ടാവും. 1, 2, 4 എന്ന് കിടക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിക്കും? ശരിയായതാണ് ചോദിച്ചിട്ടുള്ളതെന്ന് വിചാരിച്ച് അത് പോയി കറുപ്പിക്കരുത്. അപ്പൊ അവിടെ ആ മാർക്ക് പോയി. അറിയുന്ന മാർക്കാണ് അങ്ങനെ പോകുന്നത്. അപ്പൊ എപ്പോഴും സമാധാനത്തിൽ ആൻസർ ചെയ്യുക. ഒരു ചോദ്യം തന്നെ ഒരു 2 വട്ടം വായിക്കാൻ ശ്രമിക്കുക. അത് തെറ്റ് ഏതെന്നാണോ ശരി ഏതെന്നാണോ ചോദിച്ചിട്ടുള്ളത് സമാധാനത്തിൽ വായിച്ച ശേഷം മാത്രം എപ്പോഴും ആൻസർ ചെയ്യുക. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെ തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് മാർക്ക് തരാൻ വേണ്ടിയിട്ടല്ലല്ലോ അവരവിടെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളെ തെറ്റിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ഓപ്ഷൻ എയിൽ തന്നെ അത് കൊണ്ടേ കൊടുക്കും. 1, 2, 4 സംഭവം ശരിയാണ്. 1, 2, 4 ആണ് ഇതിൽ ശരി. പക്ഷെ ചോദിച്ചിട്ടുള്ള എന്താണ്? ബന്ധപ്പെടാത്ത തീരുമാനമാണ്. അതായത് തെറ്റായ പ്രസ്താവനയാണ്. അത് ഏതാണ്? അത് 3 ആണ്. അപ്പൊ 3 മാത്രമല്ലേ ശരി? എന്താണ്? 3 മാത്രമാണ് ശരി. അപ്പൊ ഇത് പഠിച്ചു വെച്ചോ. 1929 ലാഹോർ സമ്മേളനം. ഈ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. അതിൽ പിന്നെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളതാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം അല്ലെ. എന്താണ്? പൂർണ്ണ സ്വരാജ് ആണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. 1927 നടന്നതാണെങ്കിൽ അത് മദ്രാസ് സമ്മേളനമാണ്. 1931 നടന്നതാണെങ്കിൽ അത് കറാച്ചി സമ്മേളനമാണ്. പിന്നെ ഒരു സമ്മേളനം നമുക്ക് മലയാളികൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം നമ്മുടെ TK മാധവനുമായി ബന്ധപ്പെട്ടത്. ഏതാണ്? ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ്? ഐത്തോച്ചാടന പ്രമേയം കാക്കിനഡ സമ്മേളനത്തിലാണ്. അതെപ്പോഴാണ്? 1923 കാക്കിനഡ സമ്മേളനം. അതും കൂടെ അവിടെ പഠിച്ചിട്ട് പോയിക്കോ, ഇമ്പോർട്ടന്റ് ആണ്. 1923 കാക്കിനഡ സമ്മേളനം. 1923 കാക്കിനഡ സമ്മേളനം. കാക്കിനഡ സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? അത് TK മാധവനാണ്. TK മാധവൻ. TK മാധവൻ. TK അങ്ങനെ അറിഞ്ഞു വെച്ചാൽ മതി. TK മാധവൻ. മാധവൻ എഴുതണോ?
സമയം കളയേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ടി.കെ. മാധവനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ടി.കെ. മാധവനാണ് അയിത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത്. ഇനി ഇത് ഞാൻ കണക്ട് ചെയ്ത് പഠിക്കാൻ ഒരു സാധനം പറഞ്ഞു തരട്ടെ. 1924 കേരളത്തിൽ പ്രശസ്തമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലെ, ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം എപ്പോഴാണ്? 1924 അല്ലെ നടന്നത്. 1924 എന്താണ്? വൈക്കം സത്യാഗ്രഹമാണ് അല്ലെ. വൈക്കം സത്യാഗ്രഹം 1924. ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാവ് ആരാണ്, അല്ലെങ്കിൽ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ടി.കെ. മാധവനാണ്. ഓക്കെ, ടി.കെ. മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി.കെ. മാധവനാണ്. അപ്പൊ എന്താണ് വൈക്കം സത്യാഗ്രഹം? ഐക്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത കലാപം, അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം എന്നൊക്കെ ചോദ്യം വന്ന ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. ഇതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ടി.കെ. മാധവൻ. അതും എന്താണ്? ഐത്തവുമായിട്ട് കണക്റ്റഡ് ആണ്. ഐത്തോച്ചാടന പ്രമേയം അതിന് തൊട്ട് മുമ്പുള്ള വർഷമാണ് ആര് പോയി അവതരിപ്പിച്ചത്? ഐത്തോച്ചാടന പ്രമേയം കാക്കിനഡ സമ്മേളനത്തിൽ അവതരിപ്പിച്ചതും ഇദ്ദേഹമാണ്, ടി.കെ. മാധവനാണ്. അപ്പൊ കാക്കിനഡ സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ആരെന്ന് ചോദ്യം വന്ന അത് ആരാണ്? ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് രണ്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ടി.കെ. മാധവനാണ്. ടി.കെ. മാധവനാണ്. ഇനി ഡൗട്ട് വരില്ലല്ലോ. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാലും, കാക്കിനഡ സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാലും ടി.കെ. മാധവനാണ്. ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തിയെ നിങ്ങൾ എന്തായാലും വൈക്കം സത്യാഗ്രഹം പഠിക്കുമ്പോൾ പഠിക്കണം. സംഭവം നേതൃത്വം നൽകിയത് ടി.കെ. മാധവൻ ആണെങ്കിലും ഇതിൽ ടി.കെ. മാധവനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട്. ആരാണ്? നമുക്കറിയാം, മന്നത്ത് പത്മനാഭനാണ്. എന്താണ്? വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. പഠിച്ചു വെക്കണം. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ടി.കെ. മാധവനാണ്. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് സവർണ ജാഥ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം, ഇവിടെ നിന്ന് തന്നെ പഠിച്ചിട്ട് പോകാം കേട്ടോ. ഓക്കെ, ഓരോ കാര്യങ്ങളും ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോകാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് ഇത്രയും തവണ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിന്ന് തന്നെ ഓരോ കാര്യങ്ങളും പഠിച്ചു പോകാം. പറ്റുന്ന അത്രയും കാര്യങ്ങൾ എന്റെ കൂടെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ശ്രമിക്കാം. മനസ്സിലായാലും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലങ്ങോട്ട് സെറ്റ് ആയിരുന്നോളും. അവിടെ പോകുമ്പോൾ ഡൗട്ട് വരാതെ ആൻസർ ചെയ്യണ്ടേ. അപ്പോ 1924 നടന്ന വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. പിന്നെ അവിടെ വേറൊരു പേര് പഠിക്കാണ്ട്, വൈക്കം ഹീറോ, വൈക്കം വീരർ, പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? രാമസ്വാമി നായ്ക്കറാണ് അല്ലെ. ഇ.വി. രാമസ്വാമി നായ്ക്കറാണ് വൈക്കം ഹീറോ, പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പൊ അതുകൂടെ ഒന്ന് പഠിച്ചു വെക്കുക അല്ലെ. വൈക്കം ഹീറോ, പെരിയോർ, വൈക്കം വീരർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇ.വി. രാമസ്വാമി നായ്ക്കറാണ്. അപ്പൊ അതും പഠിച്ചു വെക്കുക. അപ്പൊ ഈ കാര്യം സെറ്റ് ആയല്ലോ. അപ്പൊ നമ്മൾ ഐത്തോച്ചാടന പ്രമേയം പഠിച്ചു. ഒരു പ്രമേയം പഠിച്ചതുകൊണ്ട് വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രമേയം കൂടെ പറഞ്ഞു തരട്ടെ. ഏതാണ്? ലക്ഷ്യ പ്രമേയം. ചിലപ്പോൾ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരെന്ന് ചോദ്യം വരും. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം എന്നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13 കേട്ടോ. ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അപ്പൊ ചോദ്യം വരും, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര് എന്നൊരു ചോദ്യം വന്നാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. മറ്റൊരു ചോദ്യം വരും, ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് എന്നാണ്? 1946 ഡിസംബർ 13 അല്ലെ. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഈ ലക്ഷ്യപ്രമേയം പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് അല്ലെ. ഭരണഘടനയുടെ ആമുഖമായി മാറിയതും ഈ ലക്ഷ്യപ്രമേയമാണ് അല്ലെ. അപ്പൊ ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് എന്ന് പഠിച്ചു വെക്കുക. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചിലപ്പോൾ വരും കേട്ടോ. ഓക്കെ, അപ്പോ ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അപ്പൊ ആമുഖത്തിന്റെ ശില്പി ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. എന്നാൽ ആമുഖം വേണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് ആരാ? അത് B.N. റാവു ആണ് കേട്ടോ. B.N. റാവു ആണ് ആമുഖം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത് അല്ലെ. ആമുഖം വേണമെന്ന് ആവശ്യപ്പെട്ടത് ആദ്യം ആരാണ്? B.N. റാവു ആണ്. പിന്നെ ഒരു പേരും കൂടെ അവിടെ പഠിക്കാണ്ട്, ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത് ആരാണ്? റാം മനോഹർ സിൻഹ. എപ്പോഴും ഈ സെന്റൻസ് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത്. അപ്പൊ മനോഹർ, റാം മനോഹർ സിൻഹ. മനോഹരമാക്കിയതൊന്നും അല്ല നിങ്ങൾക്ക് ചോദ്യം വരിക. ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ചതാരെന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വരും. അപ്പൊ നിങ്ങൾ
മനസ്സിൽ കാണുക. ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത് റാം മനോഹർ സിൻഹയാണ്. ആരാണ്? റാം മനോഹർ സിൻഹ. ആരാണ്? റാം മനോഹർ സിൻഹയാണ് ആമുഖമടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത്. അപ്പൊ അതുകൂടെ പഠിച്ചു വെക്കുക. പിന്നെ നമുക്ക് ആമുഖവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വരാറുണ്ട്. ആമുഖം ഭേദഗതി ചെയ്തത് എപ്പോഴാണ്? 42ാം ഭേദഗതിയാണ് അല്ലെ? ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് 42ാം ഭേദഗതിയിലാണ് ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത്. അത് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ആമുഖത്തിൽ ഒരു ഡേറ്റ് പ്രതിപാദിച്ചിട്ടുണ്ട് അല്ലെ? ആമുഖത്തിൽ ഒരു തീയതി പ്രതിപാദിച്ചിട്ടുണ്ട്. ഏതാണ് ആ തീയതി? നമ്മുടെ ആമുഖം അടങ്ങിയ പേജിൽ ഒരു തീയതി, ഒറ്റ തീയതി അതിലുള്ളൂ. അത് ഏതാണ് ആ തീയതി? 1949 നവംബർ 26 ആണ്. 1949 നവംബർ 26 ഈ തീയതിയാണ് ആമുഖം അടങ്ങിയ പേജിൽ, അല്ലെങ്കിൽ ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള തീയതിയാണ് 1949 നവംബർ 26. എന്താണ് തീയതി? നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ് 1949 നവംബർ 26. ഭരണഘടന അംഗീകരിച്ചത്. എന്നാൽ ഭരണഘടന നിലവിൽ വന്നതോ 1950 ജനുവരി 26 ആണ്. അപ്പോ ഇതാണ് ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു തീയതി. അപ്പൊ ഇമ്പോർട്ടന്റ് അല്ലേ? ഓക്കെ. അപ്പോ ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു തീയതിയാണ് ഏത്? 1949 നവംബർ 26. ഈ നവംബർ 26 എന്താണ്? ഭരണഘടന അംഗീകരിച്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഈ നവംബർ 26 ആണ് ഭരണഘടനാ ദിനം, നിയമദിനം എന്നൊക്കെ അറിയപ്പെടുന്നത് നവംബർ 26 ആണ്. അപ്പൊ അതുകൂടെ പഠിച്ചു വെക്കുമല്ലോ. സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ ലക്ഷ്യപ്രമേയം മറക്കരുത്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. എപ്പോഴാണ്? ഡിസംബർ 13 അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത് എന്നാ ചോദിക്കൂലേ? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത് 1946 ഡിസംബർ 6 ഡിസംബർ 6 ഇത് രൂപീകൃതമായത്. എന്നാൽ ഇത് രൂപീകൃതമായി എന്ന് വിചാരിച്ചിട്ട് അന്ന് തന്നെ സമ്മേളനം നടത്തുന്നില്ല. രൂപീകൃതമായിട്ട് നമ്മളൊന്ന് തീരുമാനിക്കും. നമുക്ക് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് സമ്മേളനം നടത്താൻ തീരുമാനിക്കുകയാണ്. അപ്പൊ എന്താണ്? ആദ്യ സമ്മേളനം നടന്നത് 2 ദിവസം കഴിഞ്ഞിട്ട്, അതായത് 2 ദിവസം കഴിയുമ്പോൾ 7, 8 എന്ന 2 ദിവസം കഴിഞ്ഞു. അപ്പൊ 9 അല്ലേ വരിക? ഓക്കെ. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് ഡിസംബർ 9 ആദ്യ സമ്മേളനം നടന്നത്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ആദ്യം ഒരു സമ്മേളനം നടക്കുകയാണ്. പെട്ടെന്നൊരു തട്ടിക്കൂട്ടി 2 ദിവസം കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നമുക്കൊരു സമ്മേളനം നടത്താന്നൊക്കെ പറഞ്ഞ് പെട്ടെന്നൊരു സമ്മേളനം നടത്തുകയാണ്. അപ്പൊ ആളുകളൊക്കെ വിളിച്ചു കൂട്ടി. അപ്പൊ നമ്മൾ ഒരു കാര്യം മറന്നുപോയി. എന്താണ്? അധ്യക്ഷനായിട്ട് ഒരാളെ സെലക്ട് ചെയ്യണ്ടേ? അപ്പൊ അധ്യക്ഷനായിട്ട് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പൊ സമ്മേളനത്തിൽ എല്ലാവരും എത്തിയപ്പോഴാണ് ഓർമ്മ ഒരു അധ്യക്ഷനെ സെലക്ട് ചെയ്യണല്ലോ അത്. അപ്പൊ താൽക്കാലികമായിട്ട് ഇപ്പൊ ഇന്നൊരു അധ്യക്ഷനെ നമുക്ക് വെക്കാം എന്ന് താൽക്കാലികമായിട്ട് ഒരു തീരുമാനം എടുത്ത് താൽക്കാലിക അധ്യക്ഷനെ നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു ക്ലബ്ബൊക്കെ രൂപീകരിച്ച് നമ്മൾ താൽക്കാലികമായിട്ട് അധ്യക്ഷനെ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലബ്ബിൽ ഏറ്റവും പ്രായം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന വ്യക്തി ആരാണോ അദ്ദേഹത്തെ അവിടെ തീരുമാനിക്കുക. അപ്പൊ ഇവിടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ ചോദ്യം വരും. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പൊ അദ്ദേഹത്തെ പിടിച്ചിട്ട് എന്താക്കുകയാണ്? ആദ്യത്തെ താൽക്കാലിക അധ്യക്ഷനാണ്. അപ്പൊ ഡിസംബർ 9 ആദ്യ സമ്മേളനം നടക്കുമ്പോൾ ഉണ്ടായിരുന്നത് താൽക്കാലിക അധ്യക്ഷനാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയും കൂടെ പഠിച്ചു. അതിനാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോ ഡിസംബർ 9 താൽക്കാലിക അധ്യക്ഷനായിട്ട് ആര് വരുന്നത്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. അപ്പൊ പിന്നെ ഒരു അടുത്ത സമ്മേളനം നടക്കുകയാണ്. 2 ദിവസം കൂടെ കഴിഞ്ഞ് ഡിസംബർ 11 അടുത്ത സമ്മേളനം നടക്കുകയാണ്. ഡിസംബർ 11 തീരുമാനിക്കും, ശരി താൽക്കാലിക അധ്യക്ഷനെ ഇനി മാറ്റാം, നമുക്ക് സ്ഥിരമായിട്ട് ഒരു അധ്യക്ഷൻ വേണം. ആരാണ് ആദ്യ സ്ഥിര അധ്യക്ഷൻ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡിസംബർ 11 എന്താണ്? താൽക്കാലിക അധ്യക്ഷൻ മാറി സ്ഥിര അധ്യക്ഷനായത്. പിന്നെ ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഈ 4 ഡേറ്റ് എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത് ഡിസംബർ 6, ആദ്യ സമ്മേളനം ഡിസംബർ 9, താൽക്കാലിക അധ്യക്ഷൻ മാറി സ്ഥിര അധ്യക്ഷനായത് ഡിസംബർ 11, നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ഡിസംബർ 13. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ അത് ക്ലിയർ ആയി. ഇത് നമ്മൾ പറഞ്ഞു അല്ലെ? നമ്മൾ എന്താണ്? മൂന്നാമത്തെയാണ് ഇതിലില്ലാത്തത്. എന്താ? നിസ്സഹകരണ സമരം അല്ല. അതേതാണ്? നാഗ്പൂർ സമ്മേളനമാണ്. നാഗ്പൂർ സമ്മേളനം ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ വലിയ സമരം നിസ്സഹകരണ പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ നിസ്സഹകരണ സമരമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ വലിയ സമരമാണ് നിസ്സഹകരണ സമരം. 1920 സെപ്റ്റംബറിൽ കൊൽക്കത്തയിൽ വെച്ച് നടന്ന പ്രത്യേക സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം പ്രമേയം അവതരിപ്പിച്ചത്. ഈ പ്രമേയം അവതരിപ്പിച്ചത് എപ്പോഴാണ്? കൊൽക്കത്തയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ്. എന്നാൽ 1920 നാഗ്പൂർ സമ്മേളനം, നമ്മൾ നേരത്തെ പറഞ്ഞു നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനമാണ് 1920 നാഗ്പൂർ സമ്മേളനം. അപ്പൊ ഇതല്ലേ നമ്മൾ പഠിക്കേണ്ടത്? ഓക്കെ. അപ്പൊ പ്രമേയം അവതരിപ്പിച്ചത് 1920 സെപ്റ്റംബറിൽ കൊൽക്കത്തയിൽ വെച്ച് നടന്ന പ്രത്യേക സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചതെങ്കിലും
നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ സമ്മേളനമാണ്. അപ്പൊ അതും ഒരു പോയിന്റ് അല്ലേ? അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ സമ്മേളനം ഏതാണ്? അത് 1920 നാഗ്പൂർ സമ്മേളനമാണ്. 1929 ഏതാണ്? അത് ലാഹോർ സമ്മേളനമാണ്. ലാഹോർ സമ്മേളനം ചിലപ്പോൾ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അത്ര ഇമ്പോർട്ടന്റ് ആണ്. PSC ക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ് ലാഹോർ സമ്മേളനം. അപ്പൊ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനെ മനസ്സിലാക്കി വെക്കുക. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച സമ്മേളനം എന്നും മനസ്സിലാക്കി വെക്കുക. ഓക്കെ. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ്? പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, ഖിലാഫത്ത് പ്രശ്നം തീർക്കുക, സ്വരാജ് നേടുക. ഓക്കെ, ഒന്നുകൂടെ, നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, ഖിലാഫത്ത് പ്രശ്നം തീർക്കുക, സ്വരാജ് നേടുക. സ്വരാജ് നേടുക. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ യൂണിഫോം ഖാദി ആയി തീരുന്ന വർഷം 1921 ആണ്. 1921 ഖാദി ആയി തീർന്ന വർഷം, തീരുന്നതല്ല, ഖാദി ആയി തീർന്ന വർഷം 1921 ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ യൂണിഫോം ഖാദി ആയി തീർന്ന വർഷം എപ്പോഴാണ്? 1921. 1921 നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി ഗാന്ധിജി രൂപീകരിച്ച ഫണ്ടാണ് തിലക് സ്വരാജ് ഫണ്ട്. ഓക്കെ, ഏതാണ്? തിലക് സ്വരാജ് ഫണ്ട്. നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി ഗാന്ധിജി രൂപീകരിച്ച ഫണ്ട് ഏതാണ്? തിലക് സ്വരാജ് ഫണ്ട്. ഏതാണ്? തിലക് സ്വരാജ് ഫണ്ട്. ഓക്കെ. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്താണ്? നമുക്കറിയാം, അത് ചൗരി ചൗര സംഭവം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് ചൗരി ചൗര സംഭവം. 1922 നടന്ന ചൗരി ചൗര സംഭവം. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുകയാണ് അല്ലെ ഗാന്ധിജി. എന്താണ് ഈ സംഭവം കേട്ടതോടുകൂടെ ഇനിയിപ്പോ നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ എന്തിനാ? നമ്മുടെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്ത് നിസ്സഹകരണ പ്രസ്ഥാനം? നമ്മളും ഇതേപോലെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗാന്ധിജി എന്താണ്? ഗാന്ധിജി ദേഷ്യത്തോടു കൂടെ അത് പിൻവലിക്കുകയാണ്. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. എപ്പോഴാണ്? 1922 ഫെബ്രുവരി 5 എത്ര പോലീസുകാരാണ് വെന്ത് മരിച്ചതെന്ന് ചോദ്യം വന്ന, തീരുപ്പെട്ട് മരിച്ചത് എത്ര ആളാന്ന് ചോദ്യം വന്ന എത്രയാണ്? 22 അപ്പൊ അതിൽ തന്നെ ഉണ്ട് 22. ഓക്കെ, അപ്പൊ 1922 22 അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ. നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിച്ച തീയതി ഫെബ്രുവരി 12 1922. അപ്പൊ ഇത് പഠിച്ചു വെക്കണം. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. ഏതാണ്? ചൗരി ചൗര സംഭവം. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ചൗരി ചൗര സംഭവം. നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിച്ച തീയതി പഠിച്ചു വെച്ചോ, ഫെബ്രുവരി 12 1922. ചൗരി ചൗര സംഭവം ഫെബ്രുവരി 5 1922. തിരുവിതാംകൂറിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് AK പിള്ളയാണ്. ആരാണ്? AK പിള്ള. AK പിള്ളയാണ്. ഓക്കെ, ഇത് പഠിച്ചു വെക്കണേ. തിരുവിതാംകൂറിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? AK പിള്ളയാണ്. തിരുവിതാംകൂറിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? AK പിള്ള. ആരാണ്? AK പിള്ളയാണ്. AK പിള്ളയാണ് തിരുവിതാംകൂറിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമായിരുന്നു 2021? നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചു 2021. 2021 എന്ന് പറയുമ്പോൾ 1921 എന്തോ നടന്നിട്ടുണ്ടാവണ്ടേ? എന്താണ്? നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ചതാണ് വാഗൺ ട്രാജഡിയാണ് അല്ലെ. വാഗൺ ട്രാജഡി 1921. എപ്പോഴാണ്? നവംബർ 10. ഈ ഡേറ്റ് പഠിച്ചു വെച്ചോ. പിന്നെ എന്ത് പഠിക്കണം? വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത സ്റ്റേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു, അത് പോത്തന്നൂർ സ്റ്റേഷൻ ആണ്. ഓക്കെ, പോത്തന്നൂർ സ്റ്റേഷൻ ആണ് കേട്ടോ, പോത്തന്നൂർ സ്റ്റേഷൻ ആണ്. വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ചോദ്യം വരും. AR നേപ്പ് കമ്മീഷൻ. AR നേപ്പ് കമ്മീഷനാണ് വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ. അതും പഠിച്ചു വെച്ചോ. AR നേപ്പ് കമ്മീഷൻ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. AR നേപ്പ് കമ്മീഷനാണ് വാഗൺ ട്രാജഡിയെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ. AR നേപ്പ് കമ്മീഷൻ. അപ്പൊ താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമായിരുന്നു 2021? ഏതാണ്? വാഗൺ ട്രാജഡി. അപ്പൊ വാഗൺ ട്രാജഡി നടന്നത് 1921. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്ന സ്ഥിതിക്ക് നമുക്ക് ചിലപ്പോൾ ചോദ്യം വന്നൂടെ, ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമായിരുന്നു 2024? അല്ലെങ്കിൽ ഏത് സംഭവത്തിന്റെ 100ാം വാർഷികം എന്നൊക്കെ ചോദ്യം വരും അല്ലെ. ശതാബ്ദി എന്നല്ല, 100ാം വാർഷികം. ഏത് സംഭവത്തിന്റെ 100ാം വാർഷികമായിരുന്നു 2024 എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തറിയണം? എന്താണ് 1924 നടന്നത്?
ഓക്കെ, 1924 എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചൊരു സംഭവം ഉണ്ടല്ലോ, എന്താണ് ദക്ഷിണേന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം വൈക്കം സത്യാഗ്രഹം നടന്നിട്ട് എത്ര വർഷമായി? 100 വർഷമായി. 2024 100 വർഷം തികയാണ് വൈക്കം സത്യാഗ്രഹം നടന്നിട്ട്. അപ്പോൾ 2024 ഏത് സംഭവത്തിന്റെ 100ാം വാർഷികമാണെന്ന് ചോദ്യം വന്ന ഏതാണ്? അത് ഏതിന്റെയാണ്? ഏത് സംഭവത്തിന്റെ 100ാം വാർഷികമാണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെയാണ്. പിന്നെ അതുപോലെ തന്നെ 1924 ശ്രീനാരായണ ഗുരു ഒരു സംഭവം നടത്തിയിട്ടുണ്ട്. എന്താണ് 1924 നടത്തിയത്? ആലുവ സർവ്വമത സമ്മേളനം. അപ്പൊ അതിന്റെയും 100ാം വാർഷികമാണ്. അപ്പൊ നിങ്ങൾ അങ്ങനെ പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഗാന്ധിജിയുടെ 2ാം കേരള സന്ദർശനം 1925 അല്ലെ? 1925 ഗാന്ധിജി 2ാമതായിട്ട് കേരളം സന്ദർശിച്ചത്. അപ്പോൾ ആരുടെ കണ്ടുമുട്ടലിന്റെ 100ാം വാർഷികമാണെന്ന് ചോദ്യം വന്നാലോ? ആരൊക്കെ തമ്മിലുള്ള കണ്ടുമുട്ടലാണ്? ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും അല്ലെ? ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയിട്ട് 100 വർഷമായി. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം എപ്പോഴാണ്? 1925 ഗാന്ധിജിയുടെ 2ാം കേരള സന്ദർശനത്തിലാണ്. അപ്പൊ ഗാന്ധിജിയുടെ കേരള സന്ദർശനങ്ങൾ നമ്മൾ പഠിക്കണ്ടേ എപ്പോഴാണ്? 1920, പിന്നെ 1925, പിന്നെ 1927, പിന്നെ 1934, 1937. ഓക്കെ അല്ലേ? അപ്പോ 1920, 25, 27, 34, 37. ഓക്കെ, ഇത് 37 ഒന്ന് പഠിച്ചു വെച്ചോ. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് വന്നതാണ് 37. പിന്നെ ഇതെന്താണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. 20 ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. പിന്നെ ബാക്കി അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും 34 ഹരിജൻ ഫണ്ട് രൂപീകരണം, ഹരിജൻ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പൊ അത്ര ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇത്ര എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഒക്കെ കൂടെ നിങ്ങൾ കുഴച്ച് പഠിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. ഇതിൽ എന്തായാലും ആദ്യത്തെ വരവും അവസാനത്തെ വരവും മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. ബാക്കിയൊക്കെ വിട്ടു കളഞ്ഞു, ബാക്കിയൊക്കെ മൈൻഡിൽ നിന്ന് കളഞ്ഞോ. 20 37 എന്തിനാണെന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, 20 ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി വന്നതാണ്. പിന്നെ ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്ന ഖിലാഫത്ത് നേതാവ് ചോദ്യം വരാറുണ്ട് കേട്ടോ. അതാരാണ്? ഷൗക്കത്ത് അലിയാണ്. ഷൗക്കത്ത് അലി, അത് ചോദ്യം വരാറുണ്ട്. പഠിച്ചു വെച്ചപ്പോൾ വാഗൺ ട്രാജഡി സെറ്റ് അല്ലേ? ഓക്കെയാണ്. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനും സെറ്റ് അല്ലേ? ഏതാണ്? AR നേപ്പ് കമ്മീഷൻ. AR നേപ്പ് കമ്മീഷൻ. ഓക്കെ, മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ദുരന്തം അല്ലെ? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവം എന്ന് ചോദ്യം വരുന്നു. നമ്മൾ പഠിച്ചു. ഏതാണ്? വാഗൺ ദുരന്തം. വാഗൺ ട്രാജഡിയാണ് അല്ലെ? വാഗൺ ട്രാജഡിയാണ്. മലബാർ കലാപകാരികളെ ഗുഡ്സ് വാഗനിൽ നിറച്ച് തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി 72 പേർ ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി. ഈ എണ്ണം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി നോക്കുക. എത്രയാണ്? 72 പേരാണ് കേട്ടോ. 72 പേരാണ്. വാഗൺ ദുരന്തം നടന്ന തീയതി നമ്മൾ കുറെ വട്ടം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. 1921 നവംബർ 10 1921 നവംബർ 10 വാഗൺ ട്രാജഡി നടന്നിട്ടുള്ളത്. 1921 നവംബർ 10 എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? ശ്വാസം മുട്ടി മരിച്ചത് എത്ര പേരാണ്? 72 പേരാണ്. എവിടെയാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തത്? പോത്തന്നൂർ സ്റ്റേഷനിലാണ്. ആരാണ് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത്? സുമിത് സർക്കാർ ആണ്. സുമിത് സർക്കാർ ആണ് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത്. സുമിത് സർക്കാർ ആണ്. സുമിത് സർക്കാർ. ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്ന ചില പേരുകളുണ്ട് അല്ലെ? സർദാർ KM പണിക്കർ, സുമിത് സർക്കാർ, VD സവർക്കർ അല്ലെ? അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഒന്ന് മാറ്റിയാലോ? സുമിത് സർക്കാർ എന്താണ് വിശേഷിപ്പിച്ചത്? സുമിത് സർക്കാർ വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചു. കാരണം ഇത് ഒരേപോലത്തെ ചോദ്യം വരുന്ന സാധനമാണ്. ഓപ്ഷനിലും ഇവരൊക്കെ കുത്തി നിറച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കൺഫ്യൂഷൻ ആവാലോ. അപ്പൊ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ പറഞ്ഞു തരാണേ. ഓക്കെ, ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ ആണ്. 1857 വിപ്ലവത്തിനെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. ഓക്കെ, പിന്നെ ഞാൻ ഏതാ പറഞ്ഞു? സർദാർ KM പണിക്കർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. ഈ മൂന്നുമാണ് റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ 3 റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യനും ഇനി കൺഫ്യൂഷൻ വരില്ലല്ലോ. ഒന്ന് വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ, സോറി കേട്ടോ ജലദോഷം ഉണ്ടേ. അപ്പൊ വാഗൺ ട്രാജഡിയെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ ആണ്. പിന്നെ നമ്മൾ ഇത് പഠിച്ചു. 1857 വിപ്ലവത്തിനെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. പിന്നെ നമ്മൾ ഇത് പഠിച്ചു. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കറാണ്. അത് ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യം കേട്ടോ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന്, അതുപോലെ തന്നെ കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആര്, ഇതൊക്കെ ചോദ്യം വന്നാലും സർദാർ KM പണിക്കറാണ്. അപ്പൊ അതും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഈ തീയതി മറക്കരുത്. 1921 നവംബർ 10 1921 നവംബർ 10 ഓക്കെ. കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ TS ഹിച്ച്കോക്ക് ആണ് കേട്ടോ. TS ഹിച്ച്കോക്ക് ആണ്.
കലാപകാരികളാൽ വധിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരെന്നൊക്കെ ചോദിച്ചാലും ആരാണ്? TS ഹിച്ച്കോക്ക് ആണ്. മൂപ്പർക്ക് കിട്ടണം. ഓക്കെ, അപ്പൊ കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആരെന്ന് ചോദ്യം വന്ന ആരാണ്? TS ഹിച്ച്കോക്ക്. TS ഹിച്ച്കോക്ക് ആണ്. വാഗൺ ദുരന്തം റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷൻ നമ്മൾ പഠിച്ചു അല്ലെ? ഏതാണ്? പോത്തന്നൂർ സ്റ്റേഷൻ ആണ്. പോത്തന്നൂർ സ്റ്റേഷൻ. വാഗൺ ദുരന്ത സമയത്ത് വൈസ്രോയി ആരാണ്? റീഡിംഗ് പ്രഭു ആണ്. റീഡിംഗ് പ്രഭു. ഓക്കെ, റീഡിംഗ് പ്രഭു ആണ് വാഗൺ ദുരന്ത സമയത്തെ വൈസ്രോയി. 21 മുതൽ 26 വരെ ആരാണ്? റീഡിംഗ് പ്രഭു ആണ്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരൻ ആരാണ്? TS ഹിച്ച്കോക്ക് ആണ്. TS ഹിച്ച്കോക്ക് ആണ്. വാഗൺ ദുരന്തം റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള സ്റ്റേഷൻ ഏതാണ്? അത് പോത്തന്നൂർ സ്റ്റേഷൻ ആണ്. അപ്പൊ പഠിച്ചു വെച്ചോ, ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ ആണ്. വാഗൺ ദുരന്ത സമയത്തെ വൈസ്രോയി ആരാണ്? റീഡിംഗ് പ്രഭു ആണ്. ആരാണ്? റീഡിംഗ് പ്രഭു. റീഡിംഗ് പ്രഭു. വൈസ്രോയിമാരെ നമുക്ക് കുറെ പഠിക്കാണ്. നേരത്തെ നമ്മളൊന്ന് പഠിച്ചു, ഡൽഹൌസി പ്രഭു പഠിച്ചു അല്ലെ? ഡൽഹൌസി പ്രഭുവുമായി ബന്ധപ്പെട്ട് അതായത് കുറച്ച് പ്രഭുമാരെ നമുക്ക് പഠിക്കാണ്ട്. ഡൽഹൌസി പ്രഭു, കാനിങ് പ്രഭു, കഴ്സൺ പ്രഭു എപ്പോഴും ചോദ്യം വരും. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭു ആണ്. ഡൽഹൌസി പ്രഭു നമ്മൾ പഠിച്ചു. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു ആണ്. ഈ ദത്തവകാശ നിരോധന നിയമം നിർത്തലാക്കിയത് കാനിങ് പ്രഭു ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ വാഗൺ ദുരന്ത പിന്നെ ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭു ആണെന്ന് നമ്മൾ പറഞ്ഞു. 1905 കേട്ടോ ബംഗാൾ വിഭജനം. ചോദ്യം വരാറുണ്ട്. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905 ആണ്. തൽക്കാലം വേണമെങ്കിൽ ഓർത്തു വെക്കാൻ വേണ്ടി 10നെ വിഭജിക്കാൻ ആലോചിച്ചോ. ഓക്കെ, 10നെ എന്തിന് 10 ആലോചിക്കണം എന്ന് ആലോചിക്കരുത്. അതായത് സാധാരണ നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു സംഖ്യ 10 ആണ്. 10നെ വിഭജിച്ച് കഴിഞ്ഞാൽ അത് 5 ആവും. അപ്പൊ 5 കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ 1905 ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭു ആണ്. അത് നിർത്തലാക്കിയത് ഹാർഡിഞ്ച് പ്രഭു ആണ്. ആരാണ്? ഹാർഡിഞ്ച് പ്രഭു. പിന്നെ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭു ആണ്. നിർത്തലാക്കിയത് ആരാണ്? കാനിങ് പ്രഭു ആണ്. ആരാണ്? കാനിങ് പ്രഭു. ഓക്കെ, പിന്നെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ആരെന്നൊക്കെ ചോദ്യം വന്നാലും ആരാണ്? ഡൽഹൌസി പ്രഭു ആണ്. ഡൽഹൌസി പ്രഭു. ഓക്കെ, അപ്പൊ അങ്ങനത്തെ പേരുകളൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി വാഗൺ ദുരന്തം നടന്ന ഗുഡ്സ് വാഗണിന്റെ നമ്പർ MSMLV 1711. ഈ നമ്പർ ഒന്ന് പഠിച്ചു വെച്ചോ. 1711 MSMLV 1711. വാഗൺ ദുരന്തത്തെ കുറിച്ച് അന്വേഷിക്കാൻ മദ്രാസ് ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. AR നേപ്പ് കമ്മീഷൻ ആണ്. AR നേപ്പ് കമ്മീഷൻ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ദുരന്തത്തെ വിശേഷിപ്പിച്ച ചരിത്രകാരൻ ആരാണ്? സുമിത് സർക്കാർ. സുമിത് സർക്കാർ. കൺഫ്യൂഷൻ വരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? സുമിത് സർക്കാർ, സർദാർ KM പണിക്കർ, VD സവർക്കർ. ഇതൊക്കെ കൺഫ്യൂഷൻ വരും. അപ്പൊ കൺഫ്യൂഷൻ വരരുത്. VD സവർക്കർ എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് 1857 വിപ്ലവത്തിന് വിശേഷിപ്പിച്ചതാണ് സുമിത് സർക്കാർ അല്ല, VD സവർക്കർ. സുമിത് സർക്കാർ എന്താണ്? ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചതാണ് സുമിത് സർക്കാർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാണ് സർദാർ KM പണിക്കർ. അപ്പൊ ഈ രണ്ട് പേരുകളും പഠിച്ചു വെക്കണം. AR നേപ്പ് കമ്മീഷനും സുമിത് സർക്കാരും. AR നേപ്പ് കമ്മീഷൻ എന്താണ്? വാഗൺ ദുരന്തത്തെ കുറിച്ച് അന്വേഷിക്കാൻ മദ്രാസ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷനാണ് AR നേപ്പ് കമ്മീഷൻ. സുമിത് സർക്കാരാണ് ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത്. പിന്നെ നമ്മൾ പഠിച്ചു വാഗന്റെ നമ്പർ എത്രയാണ്? MSLV 1711. പിന്നീട് ഘടിപ്പിച്ച ഒരു വേഗനാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അല്ലെ? അത് ചരിത്രം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നീട് ഒരു വാഗൺ അതിലേക്ക് ഘടിപ്പിക്കുകയാണ്. അങ്ങനെ അതിലേക്ക് കുത്തി നടക്കുകയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. നോക്കാം. കുടിയരശ് ആരുടെയാണ്? EV രാമസ്വാമി നായ്ക്കറാണ് അല്ലെ? അത് ശരിയാണ്. കുടിയരശ് EV രാമസ്വാമി നായ്ക്കറുമായി ബന്ധപ്പെട്ടതാണ്. വിവേകവർദ്ധിനി വീരേശലിംഗവുമായി ബന്ധപ്പെട്ടതാണ്. ഗുലാംഗിരി ജ്യോതിറാവു ഫൂലെ, അതും ശരിയാണ്. ഗുലാംഗിരി ജ്യോതിറാവു ഫൂലെയാണ്. സംവാദ കൗമുദി ശ്രീനാരായണ ഗുരു. ചെറിയൊരു കണക്ഷൻ ഉണ്ട്. സംവാദ കൗമുദി ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ്. ഇത് കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ്. അപ്പൊ ഇത് തെറ്റല്ലേ? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. സംവാദ കൗമുദി, മിറാത്തുൽ അക്ബർ, ഇതൊക്കെ ആരുടെയാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. അപ്പൊ ഇതെന്താണ്? ഇത് തെറ്റാണ് അല്ലെ? ഇത് തെറ്റാണ്. സംവാദ കൗമുദി, മിറാത്തുൽ അക്ബർ ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. സംവാദ കൗമുദി, മിറാത്തുൽ അക്ബർ. 1, 2, 3 ഇവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? 1, 2, 3 ആണ്. 1, 2, 3. അതായത് 1, 2, 3. 4 എന്താണ്? തെറ്റാണ്. ഞാൻ പറഞ്ഞു 4 തെറ്റാണ്. നോക്കാം.
ബ്രഹ്മസമാജം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി. സംവാദ് കൗമുദി ചോദ്യം വരും കേട്ടോ. ബ്രഹ്മസമാജം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി. സംവാദ് കൗമുദി. ഓക്കെ. 1822 രാജാറാം മോഹൻ റോയും ദ്വാരകനാഥ ടാഗോറും ചേർന്ന് കൊൽക്കത്തയിൽ നിന്നും ആരംഭിച്ച പത്രമാണ് ബംഗദത്ത. ഇത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ 1822 ബംഗദത്ത. ആരൊക്കെ ചേർന്നാണ്? രാജാറാം മോഹൻ റോയും ദ്വാരകനാഥ ടാഗോറും. പിന്നെ ഇവിടെ പഠിച്ചു വെക്കണം, സംവാദ കൗമുദി പത്രം ആരംഭിച്ച വർഷം 1821. ഇവിടെ ബ്രഹ്മസമാജം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ബ്രഹ്മസമാജത്തിന് ശേഷമല്ല ഈ പത്രം രൂപീകരിച്ചിട്ടുള്ളത്. ബ്രഹ്മസമാജത്തിന്റെ വർഷം നമുക്കറിയാം 1828 ബ്രഹ്മസമാജം രൂപീകൃതമായത് 1828. പക്ഷെ അന്ന് രൂപീകൃതമാകുമ്പോൾ ഇതിന്റെ പേര് ബ്രഹ്മസഭ എന്നാണ്. അത് ബ്രഹ്മസമാജമായി മാറിയ വർഷം 1830. ഇത്രയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പക്ഷെ ഈ കാര്യങ്ങൾ എന്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്, അതായത് അതിലെ ആശയങ്ങൾ, സതി നിർത്തലാക്കുക, ഇതുപോലുള്ള ആശയങ്ങളൊക്കെ ഏതിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്? സംവാദ കൗമുദി പത്രത്തിലെ രാജാറാം മോഹൻ റോയ് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ സംഭവം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അത് തെറ്റിപ്പോയത് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുമ്പോൾ ഈ വർഷങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ തെറ്റരുത്. ഓക്കെ, അതിനുവേണ്ടി പറഞ്ഞു തന്നാണ്. അപ്പൊ 1828 ബ്രഹ്മസമാജം ആര് സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ചത്. അന്ന് രൂപീകൃതമാവുമ്പോൾ അതിന്റെ പേരെന്തായിരുന്നു? ബ്രഹ്മസഭ എന്നായിരുന്നു അല്ലെ. ബ്രഹ്മസഭ എന്നായിരുന്നു അതിന്റെ പേര്. പിന്നീട് അത് ബ്രഹ്മസമാജമായി മാറിയ വർഷം 1830. 1830. അപ്പൊ ബ്രഹ്മസമാജം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ഓക്കെ, ബംഗാളി ഭാഷയിൽ. ഇത് ഹിന്ദിയിലാണെന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് വന്നത് തെറ്റാണ്. ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി. അതുപോലെ തന്നെ മിറാത്തുൽ അക്ബർ, അത് ആരുടെയെന്നും ചോദ്യം വരും. മിറാത്തുൽ അക്ബർ അത് പേർഷ്യൻ ഭാഷയിൽ രാജാറാം മോഹൻ റോയ് ആരംഭിച്ചതാണ്. മിറാത്ത് ഉൽ അക്ബർ. മതങ്ങളെ താരതമ്യം ചെയ്തു പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആരാണ്? മോനിയർ വില്യംസ് ആണ്. രാജാറാം മോഹൻ റോയിയെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. അതുകൂടെ പഠിച്ചു വെക്കുക. മതങ്ങളെ താരതമ്യം ചെയ്തു പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് ആരാണ്? മോനിയർ വില്യംസ് ആണ്. ആരാണ്? മോനിയർ വില്യംസ്. മതങ്ങളെ താരതമ്യം ചെയ്തു പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് മോനിയർ വില്യംസ് ആണ്. ഒരു വട്ടം കൂടെ, മതങ്ങളെ താരതമ്യം ചെയ്തു പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് മോനിയർ വില്യംസ് ആണ്. മോനിയർ വില്യംസ്. ഓക്കെ. അപ്പോ രാജാറാം മോഹൻ റോയ് ഇമ്പോർട്ടന്റ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം ആരംഭിച്ചത്. അപ്പൊ ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ എന്ന് ചോദ്യം വരും. അത് രാജാറാം മോഹൻ റോയ് ആണ്. പഠിച്ചു വെച്ചു, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ എന്നീ പത്രങ്ങൾ. ഓക്കെ, അപ്പൊ അതും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ, ഈ പഠിച്ച പോയിന്റ്സ് ഒക്കെ ക്ലിയർ അല്ലേ? 1821 സംവാദ് കൗമുദി പത്രം ആരംഭിച്ചത്. 1822 രാജാറാം മോഹൻ റോയും ദ്വാരകനാഥ ടാഗോറും ചേർന്ന് കൊൽക്കത്തയിൽ നിന്നും ആരംഭിച്ച പത്രമാണ് ബംഗദത്ത. ഓക്കെ, അപ്പൊ അതും പഠിച്ചു വെക്കുക. മോനിയർ വില്യംസ് ആണ് എന്ത്? മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് മോനിയർ വില്യംസ് ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ഏതാണ് ഇത്? ലോക വിപ്ലവങ്ങളാണ് അല്ലെ. ലോകത്തെ മഹത്തായ വിപ്ലവങ്ങളാണ്. ലോകത്തെ നമ്മൾ പഠിച്ചിരിക്കേണ്ട വിപ്ലവങ്ങൾ. നമ്മൾ ലോക ചരിത്രം എന്ന ഭാഗത്തു നിന്നും ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്തായാലും ചോദ്യം വരും എന്ന് വിശ്വസിച്ച് പഠിക്കുന്ന ഒരു ഭാഗമാണ് ലോക വിപ്ലവങ്ങൾ. നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം വരുന്നത് നമുക്ക് അറിയാം. ഏതാണ് അത്? ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് അല്ലെ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അല്ലെങ്കിൽ എന്തൊക്കെ അറിയപ്പെടുന്നുണ്ട്? രക്തരഹിത വിപ്ലവം, മതപരമായ വിപ്ലവം, പ്യൂരിറ്റൈൻ വിപ്ലവം, കൊട്ടാര വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. പിന്നെ നടന്നത് ഏതാവും? ഫ്രഞ്ച് വിപ്ലവം. 1789. രണ്ടാമത് ഇതാവാൻ വഴിയില്ല. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1776. ഓക്കെ, സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ആണല്ലോ. പിന്നെ റഷ്യൻ വിപ്ലവം 1917. അപ്പൊ അവസാനം ഏത് വരും? റഷ്യൻ വിപ്ലവം വരും. അപ്പൊ ആദ്യം വരുന്നത് 2, 4, 1, 3. 2, 4, 1, 3 ഇതാവും ഓർഡർ. 2, 4,
ഓക്കെ 2413 അതാണ് ആൻസർ വരുന്നത്. അപ്പൊ കിട്ടിയല്ലോ. ഫ്രഞ്ച് വിപ്ലവം നടന്നത് എപ്പോഴാണ്? 1789 ഈ ഫ്രഞ്ച് വിപ്ലവമാണ് എന്ത്? വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് അല്ലെ. ദേശീയതയുടെ ആവിർഭാവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. വിപ്ലവങ്ങളുടെ മാതാവ്, ദേശീയതയുടെ ആവിർഭാവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് ആരാണ്? നെപ്പോളിയൻ ആണ് കേട്ടോ. നെപ്പോളിയൻ ആണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത്. നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം ചോദിക്കാറുണ്ട് കേട്ടോ. നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം ചോദ്യം വരാറുണ്ട്. 1815 വാട്ടർലൂ യുദ്ധത്തിലാണ് നെപ്പോളിയൻ പരാജയപ്പെടുത്തിയത്. നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതെന്ന് ചോദ്യം വന്ന 1815 വാട്ടർലൂ യുദ്ധം. ഈ വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ആരാണ്? ആർത്തർ വെല്ലസ്ലി ആണ്. ആരാണ്? ആർത്തർ വെല്ലസ്ലി. അദ്ദേഹമാണ് ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത്. അപ്പൊ നെപ്പോളിയനെ പറ്റി പഠിച്ചു വെക്കണം. 1815 നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ യുദ്ധം നടന്നത്. അതായത് വാട്ടർലൂ യുദ്ധം നടന്ന വർഷം 1815 ഈ നെപ്പോളിയനാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്ന് അറിയപ്പെടുന്നത്. നിങ്ങൾ എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്ന് പറഞ്ഞത് ആരാണ്? നെപ്പോളിയനാണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണല്ലേ. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ആണ്. ഓക്കെ, അപ്പൊ നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം വാട്ടർലൂ യുദ്ധമാണ്. വാട്ടർലൂ യുദ്ധത്തിലാണ് നെപ്പോളിയൻ പരാജയപ്പെട്ടത്. ഓക്കെ, പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്തെന്നൊക്കെ ചോദ്യം വരും. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. വർഷം പഠിച്ചോ? 1789 ആണ്. 1789 ഫ്രഞ്ച് വിപ്ലവം. അപ്പൊ അത് പഠിച്ചു വെക്കുക. 1789 വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ഫ്രഞ്ച് വിപ്ലവമാണ്. ദേശീയതയുടെ ആവിർഭാവം എന്നറിയപ്പെടുന്നതും ഫ്രഞ്ച് വിപ്ലവമാണ്. പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വോൾട്ടയർ ആണ്. പിന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? റൂസോ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് വോൾട്ടയർ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ റൂസോ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ആണ്. ഞാനാണ് വിപ്ലവം എന്നൊക്കെ പറഞ്ഞത് ആരാണ്? ഞാനാണ് വിപ്ലവം എന്നൊക്കെ പറഞ്ഞത് നെപ്പോളിയൻ ആണ് കേട്ടോ. നെപ്പോളിയൻ ആണ്. ഞാനാണ് വിപ്ലവം എന്നൊക്കെ പറഞ്ഞത് നെപ്പോളിയൻ ആണ്. നിങ്ങൾ എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാമെന്ന് പറഞ്ഞതും നെപ്പോളിയൻ ആണ്. പിന്നെ സോഷ്യൽ കോൺട്രാക്ട് ആരുടെ കൃതിയാണെന്ന് ചോദ്യം വരാറുണ്ട്. സോഷ്യൽ കോൺട്രാക്ട് ആരുടേതാണ്? അത് റൂസോയുടേതാണ് കേട്ടോ. സോഷ്യൽ കോൺട്രാക്ട് റൂസോയുടെ പ്രശസ്തമായ കൃതിയാണ്. ഓക്കെ, റൂസോയുടെ പ്രശസ്തമായ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട്. അത് എപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട്, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ് സോഷ്യൽ കോൺട്രാക്ട് ആരുടെ കൃതിയാണെന്ന്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട്, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാചകങ്ങൾ നമുക്ക് പഠിക്കാണ്ട്. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ്? ഞാനാണ് രാഷ്ട്രം അല്ലെ. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ആരാണ്? ലൂയി 15 ലൂയി 16 കാലത്താണ് വിപ്ലവം നടന്നത്. അപ്പൊ കണക്ട് ചെയ്തോ. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ എനിക്ക് ശേഷം ലൂയി 15 ശേഷം ആരാണ്? ലൂയി 16. അപ്പൊ അദ്ദേഹത്തിന്റെ കാലത്ത് പ്രളയം, വിപ്ലവം നടക്കുകയാണ്. അപ്പൊ ലൂയി 16 കാലത്ത് വിപ്ലവം. ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15. ആരുടെ കാലത്താണ് വിപ്ലവം നടന്നത്? ലൂയി 16 കാലത്താണ് വിപ്ലവം നടന്നതെന്നും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ലൂയി 16 കാലത്താണ് വിപ്ലവം നടന്നത്. അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പിന്നെ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് ചോദിച്ചത് ആരാണ്? മേരി ആന്റോയിനറ്റ് ആണ് അല്ലെ. അത് പ്രശസ്തമായ വാക്കുകളാണ്, കാരണം ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കാനുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് ചോദിച്ചത് മേരി ആന്റോയിനറ്റ് ആണ്. പിന്നെ ചോദ്യം വരും ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദ്യം വന്നാൽ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. 1789 ജൂൺ 20 1789 ജൂൺ 20 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ ബാസ്റ്റിൽ ജയിൽ തകർക്കൽ എന്ന സ്ത്രീകളുടെ മാർച്ച് അല്ലെ, കൊട്ടാരത്തിലേക്കുള്ള മാർച്ച്, ഇതൊക്കെ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ പഠിച്ചു വെക്കുക കേട്ടോ, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ തൂലിക പടവാളാക്കിയ വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നതും ഫ്രഞ്ച് വിപ്ലവമാണ്. തൂലിക പടവാളാക്കിയ വിപ്ലവം എന്നറിയപ്പെടുന്നതും ഫ്രഞ്ച് വിപ്ലവമാണ്. സോഷ്യൽ കോൺട്രാക്ട് പഠിച്ചു വെച്ചോ. റൂസോയുടേതാണ്. റൂസോ ആണ് എന്ത്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത്.
ആരാണ്? റൂസോ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവാണ് വോൾട്ടയർ. അടുത്തതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ടത് വിശേഷണങ്ങളാണ് കേട്ടോ. വിശേഷണങ്ങൾ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. പിന്നെ എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? രക്തരഹിത വിപ്ലവം, മതപരമായ വിപ്ലവം, പ്യൂരിറ്റൈൻ വിപ്ലവം, കൊട്ടാര വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഇംഗ്ലണ്ടിലെ വിപ്ലവമാണ്. അപ്പൊ രക്തരഹിത വിപ്ലവം എന്നറിയപ്പെടുന്ന വിപ്ലവം ഏതെന്ന് ചോദ്യം വരും. അത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ്. പിന്നെ ഈ സമയത്തെ രാജവംശം ചോദിക്കും. അത് സ്റ്റുവർട്ട് രാജവംശം. സ്റ്റുവർട്ട് രാജവംശമാണ്. സ്റ്റുവർട്ട് രാജവംശം. സ്റ്റുവർട്ട് രാജവംശമാണ് കേട്ടോ. സ്റ്റുവർട്ട് രാജവംശമാണ് ഇംഗ്ലണ്ടിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട രാജവംശം. അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ വിപ്ലവ സമയത്തെ രാജവംശം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? സ്റ്റുവർട്ട് രാജവംശമാണ്. സ്റ്റുവർട്ട് രാജവംശമാണ്. സ്റ്റുവർട്ട് രാജവംശം. പിന്നെ റഷ്യൻ വിപ്ലവം എപ്പോഴാണ്? 1917 അതിന്റെ മുദ്രാവാക്യം എന്താണ്? ഭൂമി, ആഹാരം, സമാധാനം എന്ന മുദ്രാവാക്യം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അതും പഠിച്ചു വെക്കുക. ഭൂമി, ആഹാരം, സമാധാനം. പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടൊരു മുദ്രാവാക്യം ഉണ്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാന്ന് ചോദ്യം വരാറുണ്ട്. അത് ജെയിംസ് ഓട്ടിസ് ആണ്. ജെയിംസ് ഓട്ടിസ്. അല്ലെങ്കിൽ ചോദ്യം വരും പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവമായി അല്ലെങ്കിൽ ഏത് ഇതുമായി ബന്ധപ്പെട്ടതാണെന്ന്, ലോക വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അത് ഉയർത്തിയത് ആരാണ്? ജെയിംസ് ഓട്ടിസ് ആണ്. ആരാണ്? ജെയിംസ് മാഡിസൺ. അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത്. പിന്നെ കോളനികൾ നമുക്ക് പഠിക്കാണ്ടല്ലേ? അവിടെ 13 കോളനികൾ നമ്മൾ പഠിക്കാണ്ട്. 13 കോളനികൾ. 13 കോളനികൾ നമ്മൾ പഠിക്കാണ്ട്. ഇതിൽ ഒരു കോളനിയുടെ പേര് പ്രത്യേകം പഠിക്കാണ്ട്. എന്താണ്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എപ്പോഴാണ് നടന്നത്? 1774 നടന്ന ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന കോളനി ഏതാന്ന് ചോദ്യം വരാറുണ്ട്. അതാണ് ജോർജിയ. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന കോളനിയാണ് ജോർജിയ. ഓക്കെ, ജോർജിയ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ കൊടുത്തുള്ളത് നമ്മൾ കാലഗണനക്രമം നമ്മൾ പഠിച്ചു അല്ലെ. ആധുനിക കാലത്തെ ആദ്യകാല വിപ്ലവങ്ങളിൽ ഒന്നാണ് 1700 വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1688 നടന്ന ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. എന്തൊക്കെയാണ് അറിയപ്പെടുന്നത്? രക്തരഹിത വിപ്ലവം, മതപരമായ വിപ്ലവം, പ്യൂരിറ്റൈൻ വിപ്ലവം, കൊട്ടാര വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? അത് ഇംഗ്ലണ്ടിലെ വിപ്ലവമാണ്. ഇംഗ്ലണ്ടിലെ വിപ്ലവമാണ് അല്ലെ. ഓക്കെ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ തീയതി എപ്പോഴാണ്? ജൂലൈ 4. 1776 ജൂലൈ 4 ആരൊക്കെയാണ് എഴുതി തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സൺ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്നീ 2 വ്യക്തികളാണ് അല്ലെ. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. അപ്പൊ 1776 ജൂലൈ 4 ഏത്? സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അല്ലെ. സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് 1776 ജൂലൈ 4. എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചത് ആരാണ്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണ്. അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ ജെയിംസ് മാഡിസൺ ആണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാന്ന് ചോദിച്ചാൽ ജെയിംസ് ഓട്ടിസ് ആണ്. പിന്നെ ഇവിടെ ചോദ്യം വരാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ എപ്പോഴും ചോദ്യം വരുന്ന ഒരു സാധനമാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നുള്ളതും പഠിച്ചു വെക്കുക. 13 കോളനികൾ അല്ലേ. അതിൽ പങ്കെടുക്കാതിരുന്ന കോളനിയുടെ പേരും നമ്മൾ പഠിച്ചു. അതാണ് ജോർജിയ. പിന്നെ ഇംഗ്ലണ്ടിൽ നിന്നും സ്ഥലംമാറി ഇങ്ങോട്ട് വന്നില്ലേ. ഇങ്ങോട്ട് വന്ന അവരങ്ങനെ തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നത് അവരാണ്. പിൽഗ്രിംസ് അല്ലേ. പിൽഗ്രിം ഫാദേഴ്സ് അങ്ങനെ എന്താണ് അറിയപ്പെടുന്നത്? തീർത്ഥാടക പിതാക്കൾ. അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ. തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇംഗ്ലണ്ടിൽ നിന്നും കുടിയേറി വന്ന് എവിടെയാണ്? വടക്കേ അമേരിക്കയിൽ ഇവർ കോളനികൾ സ്ഥാപിക്കണം. അങ്ങനെ 13 കോളനികൾ സ്ഥാപിച്ചു. ആ കോളനികൾ സ്ഥാപിച്ച ഇവരെയാണ് എന്തറിയപ്പെടുന്നത്? ഇവരാണ് തീർത്ഥാടക പിതാക്കൾ എന്നറിയപ്പെടുന്നത്. പിന്നീട് കൊളംബസ് ഇവരെന്താണ് വിശേഷിപ്പിച്ചത്? റെഡ് ഇന്ത്യൻസ് എന്ന് വിശേഷിപ്പില്ല. ഇന്ത്യക്കാരാണെന്ന് വിചാരിച്ച് അവരെ ഇന്ത്യൻസ് എന്ന്, റെഡ് ഇന്ത്യൻസ് എന്ന് പിന്നീട് വിശേഷിപ്പിച്ചു. അപ്പൊ അതും പഠിച്ചു വെക്കുക. റെഡ് ഇന്ത്യൻസ് എന്നറിയപ്പെടുന്നതും ഈ കുടിയേറി വന്നവരാണ്. രാജാവിന്റെ ഏകാധിപത്യ ഭരണത്തിനെതിരെയും ഉപരിവർഗത്തിന്റെ ജന്മിത്വത്തിനെതിരെയും സാമ്പത്തിക സാമൂഹിക അസമത്വത്തിനെതിരെയും 18ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ആരംഭിച്ച രാഷ്ട്രീയ സാമൂഹിക കലാപമാണ് ഫ്രഞ്ച് വിപ്ലവം. നടന്ന വർഷം എവിടെ ഉണ്ട്? 1789 അല്ലെ. തൂലിക പടവാളാക്കിയ വിപ്ലവം എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവം ഒക്കെ ഏതാണ്? അത് ഫ്രഞ്ച് വിപ്ലവമാണ്. ആരാണ് ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്? ആരാണ്? മാഡം ഭിക്കാജി കാമയാണ്. പഠിച്ചു വെച്ചോ. ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്ത്യയുടെ പതാക വിദേശത്ത് പോയി ആദ്യമായി ഉയർത്തിയതായിരുന്നൊക്കെ ചോദ്യം വന്ന ആരാണ്? അത് മാഡം
ഭിക്കാജി കാമയാണ്. ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമയാണ്. ഇന്ത്യയുടെ മകൾ എന്നൊരു ചോദ്യം വന്നാൽ അധികം ആൾക്കാരും പോയിട്ട് ഇന്ദിരാഗാന്ധിനെ കറുപ്പിക്കും. ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റുവിന്റെ മകളാണെന്ന് മാത്രം പഠിച്ചത് അവിടുന്ന് മാറ്റി വെക്കാം, മൈൻഡിൽ അത് എപ്പോഴും ഉണ്ടാവട്ടെ. ഇന്ത്യയുടെ മകൾ എന്ന് ചോദ്യം വന്നാൽ നിങ്ങൾ ഇന്ദിരാഗാന്ധി ആൻസർ ചെയ്യരുത്, അതിനുവേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോ ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമയാണ്. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു സ്നേഹപൂർവ്വം ഗാന്ധിജിയെ വിശേഷിപ്പിച്ച എന്താണ്? മിക്കി മൗസ് എന്നാണ്. ഇതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോ 1789 ഫ്രഞ്ച് വിപ്ലവം. ലോകത്തിൽ സോഷ്യലിസം എന്ന ആശയം വ്യാപിക്കാൻ കാരണമായ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. ഭൂമി, ആഹാരം, സമാധാനം എന്നതാണ് മുദ്രാവാക്യം. 1917 റഷ്യൻ വിപ്ലവം. ഇത്രയൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത് GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? എത്രയാണ്? നമുക്കറിയാം 4 ആണ് അല്ലെ? 4 ആണ്. ഇനി നമുക്കറിയില്ലെങ്കിൽ അത് പഠിച്ചു വെച്ചോ. 4 ഉപഗ്രഹങ്ങളുടെ. ഓക്കെ, ഒന്നുകൂടെ, GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? എത്രയാണ്? 4 ഉപഗ്രഹം. നോക്കാം, ഏതാണ് ഭൂമിയുടെ ഏക ഉപഗ്രഹം? ഇതിന്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോയിക്കോ. ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ചന്ദ്രനാണ് അല്ലെ? ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. അത് ഇതിന്റെ കൂടെ പഠിച്ചു പോയിക്കോ. അതുപോലെ തന്നെ നമുക്ക് സോളാർ സിസ്റ്റം നോക്കിയാലോ. എത്ര ഗ്രഹങ്ങളാണ് നിലവിലുള്ളത്? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. 8 ഗ്രഹങ്ങളാണ് നിലവിലുള്ളത്. 9 എണ്ണം ഉണ്ടായിരുന്നു. 2006 ഒരാൾ പുറത്തായി, അതാണ് പ്ലൂട്ടോ. അപ്പൊ പുറത്താക്കപ്പെട്ട ഗ്രഹം ഏതെന്ന് ചോദ്യം വരും കേട്ടോ. ഏതാണ്? പ്ലൂട്ടോയാണ് പുറത്താക്കിയത്. ഒക്കെ പുറത്താക്കപ്പെട്ട ഗ്രഹം അല്ലെങ്കിൽ ഗ്രഹപദവി നഷ്ടപ്പെട്ട ഗ്രഹം ഏതെന്നൊക്കെ ചോദ്യം വന്നാൽ ഏതാണ്? പ്ലൂട്ടോ ആണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് ഏതാണ്? മെർക്കുറിയാണ്, അഥവാ ബുധനാണ്. മെർക്കുറിയാണ് ഏറ്റവും ചെറിയ ഗ്രഹം. ഏറ്റവും ചെറിയ ഗ്രഹം ഏതാന്ന് ചോദിച്ചാലും ഏതാണ്? മെർക്കുറിയാണ്. ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ ഭൂമിയുടെ അടുത്തുള്ള സൂര്യന്റെ അടുത്തുള്ളത് കൊണ്ട് അത് ബുധനാണെന്ന് വിചാരിക്കരുത്. ശുക്രനാണ് ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം. ഭൂമിയുടെ ഇരട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലെ? ഭൂമിയുടെ ഇരട്ട എന്നൊക്കെ അറിയപ്പെടുന്ന ഗ്രഹമാണ് ശുക്രൻ. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഏതാണ്? ചൊവ്വയാണ്. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഗ്രഹമാണ്. നമ്മുടെ ഭൂമിയാണ് നീലഗ്രഹം എന്നറിയപ്പെടുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. 8 ഗ്രഹങ്ങളാണ് നിലവിലുള്ളത്. മെർക്കുറിയാണ് ഏറ്റവും അടുത്ത്, അഥവാ ബുധനാണ് ഏറ്റവും അടുത്ത്. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നത്. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്ന ഏതാ അറിയോ? യുറാനസ് ആണ്. അത് പഠിച്ചു വെച്ചോ. ഉരുളുന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. എത്ര ഗ്രഹങ്ങളുണ്ട്? 8 ഗ്രഹങ്ങളാണ് ഉള്ളത്. ഏറ്റവും ചുരുങ്ങിയത് 4 ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നലുകളെങ്കിലും ലഭിച്ചാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അപ്പൊ GPS-ന്റെ ഫുൾ ഫോം ചോദ്യം വരും. എന്താണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം? എന്നാണ് GPS-ന്റെ ഫുൾ ഫോം. അത് ചിലപ്പോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫുൾ ഫോം ചോദിക്കാൻ ഇതിന്റെ ചാൻസ് ഉണ്ട്. നീതി ആയോഗിന്റെ ചാൻസ് ഉണ്ട്. നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നാണ് നീതി ആയോഗിന്റെ ഫുൾ ഫോം. ചോദ്യം വരാറുണ്ട് കേട്ടോ, പഠിച്ചു വെച്ചിട്ട് പോയിക്കോ. ഓക്കെ, അപ്പോ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നാണ് GPS-ന്റെ ഫുൾ ഫോം. GPS-നെ കൃത്യതയോടെ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്ന സ്ഥല വിവരങ്ങൾ: അക്ഷാംശം, രേഖാംശം, ഉയരം, സമയം എന്നിവ. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് 4 ഉപഗ്രഹങ്ങളിൽ നിന്നു വരുന്ന സിഗ്നലുകളെങ്കിലും ലഭിച്ചാൽ ഗ്ലോബൽ അല്ലെങ്കിൽ GPS-ന് കൃത്യതയോടെ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്ന സ്ഥല വിവരങ്ങൾ: ഒന്ന് അക്ഷാംശം, പിന്നെ രേഖാംശം, പിന്നെ ഉയരം, സമയം. ഓക്കെ, അമേരിക്കൻ ഐക്യനാടുകളിലെ ഉപഗ്രഹധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS. അതും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതെന്തായാലും പഠിച്ചു വെക്കുക. ഏറ്റവും ചുരുങ്ങിയത് 4 ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന 4 ഉപഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന സിഗ്നലുകളെങ്കിലും ലഭിച്ചാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അഥവാ GPS-ന് കൃത്യതയോടെ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്ന സ്ഥല വിവരങ്ങളാണ്: ഒന്ന് അക്ഷാംശം, പിന്നെ ഒന്ന് രേഖാംശം, പിന്നെ ഒന്നാണ് ഉയരം, പിന്നെ ഒന്ന് സമയം. ഓക്കെ, എന്തൊക്കെയാണ്? അക്ഷാംശം, രേഖാംശം, ഉയരം, സമയം. അക്ഷാംശം, രേഖാംശം, ഉയരം, സമയം. അക്ഷാംശം, രേഖാംശം, ഉയരം, സമയം. കൃത്യല്ലേ? അടുത്തത് യൂറോപ്യൻ യൂണിയന്റെ ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഗലീലിയോ. എന്താണ്? യൂറോപ്യൻ യൂണിയന്റെ ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഗലീലിയോ. ഒരു വട്ടം കൂടെ, യൂറോപ്യൻ യൂണിയന്റെ ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഏത്? ഗലീലിയോ. ഏതാണ്? ഗലീലിയോ. ഓക്കെ, റഷ്യ വികസിപ്പിച്ചെടുത്ത ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. എന്താണ്? ഗ്ലോബൽ നാവിഗേഷൻ
സാറ്റലൈറ്റ് സിസ്റ്റം, ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, GNSS, ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. അത് റഷ്യ വികസിപ്പിച്ചത്. യൂറോപ്യൻ യൂണിയൻ ഗതി നിർണയ ഉപഗ്രഹമാണ് ഗലീലിയോ. ഇനി ജപ്പാൻ വികസിപ്പിച്ച റീജിയണൽ നാവിഗേഷൻ സിസ്റ്റം ആണ് ക്വാസി സെനിത് സാറ്റലൈറ്റ് സിസ്റ്റം. ക്വാസി സെനിത് സാറ്റലൈറ്റ് സിസ്റ്റം, QZSS. അത് വികസിപ്പിച്ചത് ജപ്പാനാണ്. റഷ്യയുടേതാണ് ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. യൂറോപ്യൻ യൂണിയൻ ഗതി നിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഗലീലിയോ. ഏതാണ്? ഗലീലിയോ ആണ്. ഓക്കെ, ഗലീലിയോ. അത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് GPS-ന് സമാനമായി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ IRNSS-ന്റെ ഫുൾ ഫോം ചോദ്യം വരും. ഓക്കെ, IRNSS-ന്റെ നിലവിലെ പേര് നാവിക് എന്നാണ്. അപ്പൊ അതും പഠിച്ചു വെച്ചോ. അല്ലെങ്കിൽ IRNSS-ന്റെ ഫുൾ ഫോം ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ പറ്റണം. GPS-ന് സമാനമായി ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, IRNSS. അതിന്റെ ഫുൾ ഫോം എന്താണ്? ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇനി IRNSS-ന്റെ നിലവിലെ പേരെന്താണ്? നാവിക് എന്നാണ്. നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ constellation. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റലേഷൻ, നാവിഗേഷൻ വിത്ത് ഇന്ത്യൻ കോൺസ്റ്റലേഷൻ, നാവിക് എന്നാണ് നിലവിൽ അറിയപ്പെടുന്നത്. നാവിക്. IRNSS-ന്റെ നിലവിലെ പേരെന്താന്ന് ചോദ്യം വരും. അതെന്താണ്? നാവിക് എന്നാണ് IRNSS-ന്റെ നിലവിലെ പേര്. അടുത്തത് നോക്കാം. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ്? നമുക്കൊക്കെ അറിയാം, അത് പശ്ചിമഘട്ടമാണ് അല്ലെ? പശ്ചിമഘട്ടമാണ്. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം പശ്ചിമഘട്ടമാണ്. ഏതാണ്? ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്നത് ഏത് പ്രദേശത്താണ്? പശ്ചിമഘട്ടത്താണ് ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്നത്. പശ്ചിമഘട്ടങ്ങളിൽ ലഭിക്കുന്ന മഴയിൽ കൂടുതലും പർവ്വത വൃഷ്ടിയാണ് അല്ലെ? പശ്ചിമഘട്ടങ്ങളിൽ ലഭിക്കുന്ന മഴയിൽ കൂടുതലും എന്താണ്? പർവ്വത വൃഷ്ടിയാണ്. എന്നാൽ ഈ പർവ്വത വൃഷ്ടിക്ക് എന്താണ് കാരണം? ഈർപ്പം നിറഞ്ഞ മഴക്കാറ്റിനെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നത് വഴി അത് മഴയായി പെയ്യുന്നു. ഓക്കെ, അപ്പൊ പശ്ചിമഘട്ടങ്ങളിൽ ലഭിക്കുന്ന മഴയിൽ കൂടുതലും എന്താണ്? പർവ്വത വൃഷ്ടിയാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. എന്താണ്? പർവ്വത വൃഷ്ടിയാണ്. എന്നാൽ പശ്ചിമഘട്ടങ്ങളിൽ ലഭിക്കുന്ന പർവ്വത വൃഷ്ടിക്ക് കാരണം എന്താണ്? ഈർപ്പം നിറഞ്ഞ മഴക്കാറ്റിനെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നത് വഴി അത് മഴയായി പെയ്യുന്നു. മനസ്സിലാക്കി പഠിക്കുക. ഒരു വട്ടം കൂടെ. പശ്ചിമഘട്ടങ്ങളിൽ ലഭിക്കുന്ന മഴയിൽ കൂടുതലും എന്താണ്? പർവ്വത വൃഷ്ടിയാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്താണ്? പർവ്വത വൃഷ്ടിയാണ്. സ്റ്റേറ്റ്മെന്റ് വരും. പശ്ചിമഘട്ടങ്ങളിൽ ലഭിക്കുന്ന മഴയിൽ കൂടുതലും എന്താണ്? പർവ്വത വൃഷ്ടിയാണ്. എന്താണ് ഈ പർവ്വത വൃഷ്ടിക്ക് കാരണം? ഈർപ്പം നിറഞ്ഞ മഴക്കാറ്റിനെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നത് വഴി അത് മഴയായി പെയ്യുന്നു. ഓക്കെ, ഇന്ത്യയുടെ പശ്ചിമ തീരത്ത് ലഭിക്കുന്ന മഴയുടെ തീവ്രതയെ ആശ്രയിക്കുന്ന രണ്ട് ഘടകങ്ങൾ നോക്കിയാലോ. ഒന്ന് പുറംകടൽ കാലാവസ്ഥാ സ്ഥിതികൾ. ഒന്നെന്താണ്? പുറംകടൽ കാലാവസ്ഥാ സ്ഥിതികൾ. മറ്റൊന്ന് ആഫ്രിക്കയുടെ കിഴക്കൻ തീരങ്ങളിലെ മധ്യരേഖ ജെറ്റ് പ്രവാഹത്തിന്റെ സ്ഥാനം. ആഫ്രിക്കയുടെ കിഴക്കൻ തീരങ്ങളിലെ മധ്യരേഖ ജെറ്റ് പ്രവാഹത്തിന്റെ സ്ഥാനമാണ് രണ്ടാമത്തെ ഘടകം. ഓക്കെ, അപ്പൊ ആദ്യ ഘടകം പുറംകടൽ കാലാവസ്ഥാ സ്ഥിതികൾ. രണ്ടാമതായിട്ട് പഠിക്കാനുള്ളത് ആഫ്രിക്കയുടെ കിഴക്കൻ തീരങ്ങളിലെ മധ്യരേഖ ജെറ്റ് പ്രവാഹത്തിന്റെ സ്ഥാനം. ഓക്കെ, ഇത് രണ്ടും മനസ്സിലാക്കി വെക്കുക. ഈ പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് എന്താണെന്ന് ചോദ്യം വരാറുണ്ട് കേട്ടോ. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്നാണ്. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത്. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്ന പേരെന്താണ്? സഹ്യപർവ്വതം. പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? അത് നീലക്കുറിഞ്ഞിയാണ്. പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സസ്യം. പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏത്? ചോദ്യം വരും. പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാന്ന് ചോദിച്ചാൽ അത് ഊട്ടിയാണ്. പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? അത് നീലക്കുറിഞ്ഞിയാണ്. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം ചോദ്യം വരും. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം. പശ്ചിമഘട്ടത്തിലെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് ഊട്ടി. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കുക.
പിന്നെ വേറൊരു സസ്യം എപ്പോഴും ചോദ്യം വരാറുണ്ട്, ഓസോൺ വാതകം പുറത്തുവിടുന്ന സസ്യം ഏതാന്ന് ചോദിക്കാറുണ്ട്. അതേതാണ്? അത് തുളസിയാണ് കേട്ടോ. ഓസോൺ വാതകം പുറത്തുവിടുന്ന സസ്യം ചോദ്യം വരും. അതേതാണ്? തുളസിയാണെന്ന് പഠിച്ചു വെക്കുക. ഓസോൺ വാതകം പുറത്തുവിടുന്ന സസ്യമാണ് തുളസി. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത് അല്ലെ. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. ഇതുപോലെ തന്നെ നമുക്ക് RBI പഠിക്കാനുണ്ട്. ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ്? ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI നിലവിൽ വന്നത്. അത് നമുക്ക് നോക്കാം. ഇപ്പൊ ഇത് പഠിക്കാം. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. ഏതാണ് കമ്മിറ്റി? ശിവരാമൻ കമ്മിറ്റി. പഠിച്ചു വെക്കുക, ശിവരാമൻ കമ്മിറ്റി. അപ്പൊ അത് ശരിയാണ് കേട്ടോ, ശരിയാണ്, സംഭവം ശരിയാണ്. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. അതെ അല്ലെ, എന്താണ്? കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ് അല്ലെ. ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡാണ്. എന്താണ്? ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നബാർഡാണ്. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നതൊക്കെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI ആണ് അല്ലെ. നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. ശരിയല്ലേ? നബാർഡിന്റെ ആസ്ഥാനം മുംബൈയാണ്. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനവും മുംബൈയാണ്. അപ്പൊ നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയാണ്. അപ്പൊ ഈ 3 പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. നബാർഡുമായി ബന്ധപ്പെട്ട ഈ 3 പ്രസ്താവനകളും 1, 2, 3 ശരിയാണ്. ഇനി ഈ ഡേറ്റ് എപ്പോഴും ചോദ്യം വരാറുണ്ട്. നബാർഡ് രൂപീകൃതമായ തീയതി എപ്പോഴാണ്? 1982 ജൂലൈ 12-നാണ്. 1982 ജൂലൈ 12. ദക്ഷിണേന്ത്യയിലെ ആദ്യ സെന്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ലക്നൌവിൽ സ്ഥാപിച്ചത് നബാർഡാണ്. പഠിച്ചു വെക്കണേ. ദക്ഷിണേന്ത്യയിലെ ആദ്യ സെന്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ലക്നൌവിൽ സ്ഥാപിച്ചത് നബാർഡാണ് കേട്ടോ. നബാർഡാണ്. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ദക്ഷിണേന്ത്യയിലെ ആദ്യ സെന്റർ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ലക്നൌവിൽ സ്ഥാപിച്ചത് നബാർഡാണ്. കേരളത്തിൽ നബാർഡിന്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിൽ നബാർഡിന്റെ റീജിയണൽ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ്. നബാർഡിന്റെ നിലവിലെ ചെയർമാനായി നിയമിതനായ മലയാളി ആരാണ്? KV ഷാജിയാണ്. 2022 ഡിസംബർ 7 മുതൽ ആരാണ്? KV ഷാജിയാണ്. KV ഷാജിയാണ്. അപ്പൊ നബാർഡിന്റെ നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദ്യം വന്നത് ആരാണ്? KV ഷാജിയാണ്. 2022 ഡിസംബർ 7 മുതൽ. അത് പഠിച്ചു വെക്കുക. പിന്നെ ജൂലൈ 12 1982 ജൂലൈ 12-നാണ് രൂപീകൃതമായത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഡേറ്റ് എപ്പോഴും ചോദ്യം വരും. നബാർഡ് രൂപീകൃതമായത് എന്ന്, അല്ലെങ്കിൽ നബാർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. രൂപീകൃതമായത് 1982 ജൂലൈ 12-നാണ്. നബാർഡിന്റെ സഹായത്തോടെ ഓട്ടോമാറ്റിക് കാലാവസ്ഥാ കേന്ദ്രം ആരംഭിച്ചത് ചളവറയിലാണ് കേട്ടോ. പാലക്കാട് ചളവറ. ഓക്കെ. നബാർഡിന്റെ സഹായത്തോടെ ഓട്ടോമാറ്റിക് കാലാവസ്ഥാ കേന്ദ്രം ആരംഭിച്ചത് ചളവറയിലാണ്. എവിടെയാണ്? ചളവറയിലാണ്. നബാർഡ് കഴിഞ്ഞെങ്കിൽ നമുക്ക് കുറച്ച് RBI നോക്കാനുണ്ട്. RBIയുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നോക്കാം. എപ്പോഴാണ് RBI രൂപീകൃതമായത്? RBIന്റെ ആസ്ഥാനം, RBIയുടെ ആദ്യ അധ്യക്ഷൻ അല്ലെ, RBIയുടെ ആദ്യ ഗവർണറാണ് പേര്. അധ്യക്ഷനല്ല, RBIയുടെ ആദ്യ ഗവർണർ അല്ലെ, ആദ്യ RBI ഗവർണർ. പിന്നെ കുറച്ച് ഗവർണർമാരെ പഠിക്കാണ്ട്. പിന്നെ RBI വരാൻ കാരണമായ കമ്മീഷൻ, ഇതൊക്കെ ചോദ്യം വരും. അപ്പൊ ആദ്യം നമുക്ക് എന്ത് പഠിക്കാം? ഇതിന്റെ ഡേറ്റ് എപ്പോഴാണ് നിലവിൽ വന്നത്? 1935 ഏപ്രിൽ 1-നാണ് RBI നിലവിൽ വന്നത്. 1935 ഏപ്രിൽ 1. എവിടെയാണ് ആസ്ഥാനം? ഇതിന്റെയും ആസ്ഥാനം എവിടെയാണ്? മുംബൈ ആണ്. RBIയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മുംബൈ ആണ്. RBIയുടെ ആസ്ഥാനം മുംബൈ ആണ്. പിന്നെ ഒരു ചോദ്യം വരും, RBIയുടെ മുമ്പ്, അതായത് മുംബൈക്ക് മുമ്പ് RBIയുടെ ആസ്ഥാനം എവിടെയായിരുന്നു എന്ന് ചോദ്യം വന്നാൽ അത് കൊൽക്കത്തയാണ് കേട്ടോ. കൊൽക്കത്തയിലായിരുന്നു RBIയുടെ ആദ്യ ആസ്ഥാനം. ഇപ്പൊ എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മുംബൈയിലാണ്. അപ്പൊ അത് പഠിച്ചു വെക്കുക. നിലവിലെ RBIയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദ്യം വന്നാൽ ഏതാണ്? മുംബൈ ആണ്. ഏത് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപീകൃതമായത്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഓക്കെ. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം, അല്ലെങ്കിൽ ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI നിലവിൽ വന്നത്. ഇനി ഒരു ചോദ്യം വരും, RBIയുടെ ആദ്യ ഗവർണർ അല്ലെ, ആദ്യ RBI ഗവർണർ ആരെന്ന് ചോദ്യം വന്നത് ആരാണ്? ആദ്യ RBI ഗവർണർ ആരെന്ന് ചോദ്യം വന്നാൽ അത് ഓസ്ബോൺ സ്മിത്ത് ആണ്. ഓസ്ബോൺ സ്മിത്ത്. ഈ പോയിന്റുകളൊക്കെ നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തോണം. അതിനാണ് അപ്പോൾ എഴുതി വെക്കുന്നത്. ഓക്കെ.
നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചിട്ട് പോകണം. RBIയുടെ ആദ്യ ഗവർണറാണ് ഓസ്ബോൺ സ്മിത്ത്. RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ ചോദ്യം വരാറുണ്ട്. RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ ചോദ്യം കണ്ട ആലോചിച്ചോ, അത് നമ്മുടെ ദേശക്കാരനാണ് ഇന്ത്യക്കാരൻ. അപ്പൊ നമ്മുടെ ദേശക്കാരൻ അപ്പൊ CD ദേശ്മുഖ് ആണ്. CD ദേശ്മുഖ്. ഓക്കെ, CD ദേശ്മുഖ്. ഡൗട്ട് വരരുത്. CD ദേശ്മുഖ് ആണ് RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ. ഇനി ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണർ ആരാന്ന് ചോദിച്ചാൽ അത് B രാമറാവു അല്ലെങ്കിൽ ബനഗൽ രാമറാവു. ബനഗൽ രാമറാവു ഓർത്തു വെക്കണം. ബനഗൽ രാമറാവു അല്ലെങ്കിൽ B രാമറാവു ആണ് ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണർ ആയത്. പഠിച്ചു വെക്കണേ. പിന്നെ RBI ഗവർണർ ആയ ശേഷം പ്രധാനമന്ത്രി ആയത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. ഡോക്ടർ മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗ്. ഓക്കെ, ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് RBI ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തി. ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അപ്പൊ ഇത്രയും എന്തായാലും പഠിച്ചു വെക്കുക. അപ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? എന്നാണ് RBI രൂപീകൃതമായത്? 1935 ഏപ്രിൽ 1-നാണ്. RBIയുടെ നിലവിലെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് മുംബൈ ആണ്. മുംബൈക്ക് മുമ്പ് RBIയുടെ ആസ്ഥാനം എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? കൊൽക്കത്തയിലാണ്. RBI ഗവർണർ അല്ല, ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപീകൃതമായത്? ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് RBI രൂപീകൃതമായത്. പിന്നെ ആദ്യ RBI ഗവർണർ ആരെന്ന് ചോദ്യം വന്നാൽ അത് ഓസ്ബോൺ സ്മിത്ത് ആണ്. ആദ്യ RBI ഗവർണർ. ആദ്യ ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? CD ദേശ്മുഖ് ആണ്. നമ്മുടെ ദേശക്കാരൻ ആലോചിക്കുക. പിന്നെ ബനഗൽ രാമറാവു ആണ് RBI ഗവർണറായ ബനഗൽ രാമറാവു. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായത് ബനഗൽ രാമറാവു. ബനഗൽ രാമറാവു ആണ് ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായത്. അപ്പൊ ആലോചിച്ചാൽ മതി, രാമന്റെ കാലം തൊട്ട് ഗവർണർ. അപ്പൊ ഒരുപാട് കാലമായില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം രാമന്റെ കാലം തൊട്ട് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ ബനഗൽ രാമറാവു അല്ലെങ്കിൽ B രാമറാവു ആണ് ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണർ ആയത്. പിന്നെ ആരെ പഠിച്ചു? പിന്നെ RBI ഗവർണർ ആയ ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് RBI ഗവർണർ ആയ ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തി. പിന്നെ RBI നോട്ട്, അതായത് ഇന്ത്യൻ കറൻസി നോട്ടുകളിൽ ഒപ്പുവെച്ച ആദ്യ RBI ഗവർണർ ആരാന്ന് ചോദിച്ചാൽ എവിടെ എഴുതും? കറൻസി നോട്ടുകളിൽ ഒപ്പുവെച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ജെയിംസ് ടെയ്ലർ ആണ് കേട്ടോ. ഇവിടെ എഴുതാം, ജെയിംസ് ടെയ്ലർ. ഓക്കെ, ജെയിംസ് ടെയ്ലർ ആണ്. ജെയിംസ് ടെയ്ലർ ആണ് അതായത് RBI നോട്ടിനല്ല, കറൻസി നോട്ടുകളിൽ ഒപ്പുവെച്ച ആദ്യ RBI ഗവർണർ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ജെയിംസ് ടെയ്ലർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? RBI നിലവിൽ വന്ന വർഷം 1935 ഏപ്രിൽ 1-നാണ്. RBI ആക്ട് നിലവിൽ വന്നത് 1934-ലാണ് കേട്ടോ. 1934-ലാണ് ആദ്യം RBI ആക്ട് ആണ് നിലവിൽ വന്നത്. 1934. അപ്പൊ 1935 ഏപ്രിൽ 1-നാണ് RBI രൂപീകൃതമായത്. ആസ്ഥാനം മുംബൈ ആണ്. ആദ്യം കൊൽക്കത്തയായിരുന്നു. പിന്നെ നമ്മൾ നിലവിൽ വരാൻ കാരണമായ കമ്മീഷൻ പഠിച്ചു. ഹിൽട്ടൺ യങ് കമ്മീഷൻ ആണ്. RBI ഗവർണർ ഇനി ഒക്കെ കാണാണ്ട് പറയണേ. ആദ്യ RBI ഗവർണർ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? CD ദേശ്മുഖ് അല്ല, ഓസ്ബോൺ സ്മിത്ത് ആണ്. ആരാണ്? ഓസ്ബോൺ സ്മിത്ത് ആണ്. RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദ്യം വന്നാലാണ് ആര്? CD ദേശ്മുഖ്. CD ദേശ്മുഖ് ആണ് RBI ഗവർണറായ ആദ്യ ഇന്ത്യക്കാരൻ. ഏറ്റവും കൂടുതൽ കാലം എന്ന് ചോദ്യം വന്ന, ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണർ ആരെന്ന് ചോദ്യം വന്നാൽ അത് ബനഗൽ രാമറാവു ആണ് അല്ലെങ്കിൽ B രാമറാവു. രാമന്റെ കാലം തൊട്ട് ആലോചിക്കുക. പിന്നെ കറൻസി നോട്ടുകളിൽ ഒപ്പുവെച്ച ആദ്യ RBI ഗവർണറാണ് ആര്? ജെയിംസ് ടെയ്ലർ. പിന്നെ RBI ഗവർണർ ആയ ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, RBIയുമായി ബന്ധപ്പെട്ട് ഇത്രയും ബേസിക് കാര്യങ്ങളെങ്കിലും അറിഞ്ഞു വെക്കുക. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അതിജീവനം പദ്ധതി, ഉപജീവനം പദ്ധതി, ജീവനം പദ്ധതി, ഉജ്ജീവനം പദ്ധതി. ഏതാണ്? ഉജ്ജീവനം പദ്ധതിയാണ്. ഓപ്ഷൻ ഡി, ഉജ്ജീവനം പദ്ധതിയാണ് നമ്മുടെ ഉത്തരം. എന്താണ്? ഇത് ഇനി ചോദ്യം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി. ഓക്കെ, സ്ത്രീകളെ തൊഴിൽ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് എക്കോണമി മിഷനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് തൊഴിൽ അരങ്ങത്തേക്ക്. ഏതാണ്? തൊഴിൽ അരങ്ങത്തേക്ക്. ഒരു മിനിറ്റ്, നമ്മൾ നേരത്തെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. നമ്മൾ RBI പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗവർണർമാരൊക്കെ പറഞ്ഞു നമുക്ക് കറണ്ട് അഫെയർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തിയില്ലേ, RBIയുടെ നിലവിലെ ഗവർണർ ആരെന്ന് ചോദ്യം വരും. ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ് കേട്ടോ. സഞ്ജയ് മൽഹോത്ര പഠിച്ചു വെക്കണേ. സഞ്ജയ് മൽഹോത്ര.
സഞ്ജയ് മൽഹോത്രയാണ് RBIയുടെ നിലവിലെ ഗവർണർ. ഇത് കറണ്ട് അഫയർ ആയിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദ്യം വരും. ചിലപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്കിൽ നമുക്ക് പോകണ്ടല്ലോ, നമുക്കത് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് പിന്നെ തോന്നിപ്പോയാലോ. അപ്പോ സഞ്ജയ് മൽഹോത്രയാണ് RBIയുടെ നിലവിലെ ഗവർണർ. നിലവിലെ RBIയുടെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. അപ്പൊ നമുക്ക് ഇത് നോക്കാം. സ്ത്രീകളെ തൊഴിൽ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് എക്കോണമി മിഷനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് തൊഴിൽ അരങ്ങത്തേക്ക്. എവിടെയാണ്? തൊഴിൽ അരങ്ങത്തേക്ക്. ഏതാണ് പദ്ധതി? സ്ത്രീകളെ തൊഴിൽ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് എക്കോണമി മിഷനും പിന്നെ കുടുംബശ്രീയും, കേരള നോളജ് എക്കോണമി മിഷനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് തൊഴിൽ അരങ്ങത്തേക്ക്. ഏതാണ്? തൊഴിൽ അരങ്ങത്തേക്ക്. പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം. ഈ പദ്ധതികളൊക്കെ നല്ല ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്, പഠിച്ചിട്ട് പോയിക്കോ. ആദ്യത്തെ സ്ത്രീകളെ തൊഴിൽ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് എക്കോണമി മിഷനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് തൊഴിൽ അരങ്ങത്തേക്ക്. ഏതാണ്? തൊഴിൽ അരങ്ങത്തേക്ക്. പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം. നിങ്ങൾ സജ്ജമായിരിക്കണം അല്ലെ? നമ്മൾ സജ്ജമായിരിക്കണം. എന്തെങ്കിലും എന്താണ് അപകടങ്ങൾ വരും അല്ലെങ്കിൽ എന്താണ് ദുരന്തങ്ങൾ വരും എന്നത് പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ എന്തിലും സജ്ജമായിരിക്കണം എന്നുള്ളത് ആലോചിച്ചാൽ മതി. അപ്പൊ സജ്ജമാണ് പദ്ധതിയുടെ പേര്. സ്വയം തൊഴിൽ പദ്ധതികൾ ആരംഭിക്കാൻ ആവശ്യമായ ധനസഹായം നൽകിക്കൊണ്ട് തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം നടത്താനുള്ള കുടുംബശ്രീ പദ്ധതി ഏതാണ്? യുവശ്രീ. ഏതാണ്? യുവശ്രീ. ഏതാണ്? യുവശ്രീ. അപ്പൊ സ്വയം തൊഴിൽ പദ്ധതികൾ ആരംഭിക്കാൻ ആവശ്യമായ ധനസഹായം നൽകിക്കൊണ്ട് തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം നടത്താനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് യുവശ്രീ പദ്ധതി. ഏതൊക്കെയാണ്? സ്ത്രീകളെ തൊഴിൽ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് എക്കോണമി മിഷനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് തൊഴിൽ അരങ്ങത്തേക്ക്. ഏതാണ്? തൊഴിൽ അരങ്ങത്തേക്ക്. പിന്നെ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം. സജ്ജരാവുക എന്ന് ആലോചിക്കുക. സജ്ജം. പിന്നെ അത് തൊഴിൽ അരങ്ങത്തേക്ക് അല്ലെ, തൊഴിലിന് വേണ്ടിയിട്ടുള്ളതാണല്ലോ. എന്താണ്? തൊഴിൽ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അപ്പോ തൊഴിൽ അരങ്ങത്തേക്ക്. പിന്നെ സ്വയം തൊഴിൽ പദ്ധതികൾ ആരംഭിക്കാൻ ആവശ്യമായ ധനസഹായം നൽകിക്കൊണ്ട് തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം നടത്താനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് യുവശ്രീ. ഏതാണ്? യുവശ്രീ പദ്ധതിയാണ്. ഏതാണ്? യുവശ്രീ. യുവശ്രീ ആണ് കേട്ടോ. യുവശ്രീ. ഓക്കെ. താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി യോസ്ഗാർ യോജന. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. അടുത്തത് ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് പൊതുവിതരണ സംവിധാനം. ഏതാണ്? പൊതുവിതരണ സംവിധാനം. പൊതുവിതരണ സംവിധാനം. 1 മുതൽ 8 വരെ ക്ലാസ്സിൽ ഇതൊക്കെ SCERT പോയിന്റ് ആണ്. ഈ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ മൊത്തം ന്യൂ SCERT കൊടുത്തിട്ടുള്ള. അപ്പൊ അത്രയും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ന്യൂ SCERT ഒരു പാഠഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ് കേട്ടോ. ഓക്കെ. 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ. ഓക്കെ. പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ. 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷക ശക്തി നിർമ്മാൺ. ഓക്കെ. അപ്പൊ ഇതൊന്നും കൂടെ നോക്കാം. താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് പൊതുവിതരണ സംവിധാനം. 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ. അടുത്തത് കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. ഏതാണ്? സുഭിക്ഷ. അപ്പൊ ഭക്ഷ്യ ഭിക്ഷ സുഭിക്ഷ, ആ ഭിക്ഷ അല്ല, സുഭിക്ഷ ഭക്ഷ്യ എന്നത് കണക്ട് ചെയ്യുക. ആ ഭക്ഷ അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. ഏതാണ്? സുഭിക്ഷ കേരളം പദ്ധതി. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. പഠിച്ചു വെക്കണേ. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഏതാണ്? നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി.
ക്യാൻസർ ബാധിതരായ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി 2008 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ. ക്യാൻസർ ബാധിതരായ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി 2008 കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ. ഏതാണ്? ക്യാൻസർ സുരക്ഷ. ഈ പദ്ധതികളൊക്കെ നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇതെന്താണ്? വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉജ്ജീവനം പദ്ധതി. ഇത് ഇനിയും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഏതാണ്? ഉജ്ജീവനം പദ്ധതി. സ്ത്രീകളെ തൊഴിൽ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള നോളജ് എക്കോണമി മിഷനും കുടുംബശ്രീയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പദ്ധതിയാണ് തൊഴിൽ അരങ്ങത്തേക്ക്. ഏതാണ്? തൊഴിൽ അരങ്ങത്തേക്ക്. പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് സജ്ജം. ഏതാണ്? സജ്ജം. സ്വയം തൊഴിൽ പദ്ധതികൾ ആരംഭിക്കാൻ ആവശ്യമായ ധനസഹായം നൽകിക്കൊണ്ട് തൊഴിലില്ലായ്മ നിർമ്മാർജ്ജനം നടത്താനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് ഏത്? യുവശ്രീ പദ്ധതി. യുവശ്രീ. താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭിക്കുന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. പിന്നെ അതുപോലെ തന്നെ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് പൊതുവിതരണ സംവിധാനം. പിന്നെ 1 മുതൽ 8 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൺ. പിന്നെ കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുഭിക്ഷ കേരളം പദ്ധതി. ഏതാണ്? സുഭിക്ഷ കേരളം പദ്ധതി. സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതിനുള്ള പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ക്യാൻസർ ബാധിതരായ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി 2008 സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ക്യാൻസർ സുരക്ഷ. ഓക്കെ, അടുത്തത് ഗോൾഡൻ റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഗോൾഡൻ റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഹോർട്ടിക്കൾച്ചർ ആണ് അല്ലെ, അഥവാ പഴം പച്ചക്കറി അല്ലെ, പഴം പച്ചക്കറിയുമായി ബന്ധപ്പെട്ടതാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത് അല്ലെ. ഹോർട്ടിക്കൾച്ചർ ഇതും നമുക്ക് ചോദ്യം വരാറുണ്ട്. ശാസ്ത്രീയ കൃഷി രീതികൾ ചോദിക്കാറുണ്ട്. പഴം പച്ചക്കറി കൃഷി എന്താണ്? ഹോർട്ടിക്കൾച്ചർ. പിന്നെ ഒലേറി കൾച്ചർ എന്താണ്? പച്ചക്കറിയാണ് അല്ലെ. ഒലേറി കൾച്ചർ പച്ചക്കറിയാണ്. അപ്പൊ അത് പഠിച്ചോ. പഴം പച്ചക്കറി ഹോർട്ടിക്കൾച്ചർ പച്ചക്കറി ശാസ്ത്രീയ കൃഷി രീതിയാണ് ഏത്? ഒലേറി കൾച്ചർ. അപ്പൊ പച്ചക്കറികള് ലോറിയിൽ കൊണ്ടുവരുന്നത് ആലോചിച്ചാൽ മതി. അങ്ങനെ ആലോചിച്ചാൽ ഒലേറി അത് കിട്ടും. ഒലേറി കൾച്ചർ. പിന്നെ ക്യൂണി കൾച്ചർ എന്താണ്? മുയൽ വളർത്തലാണ്. മഷ്റൂം കൾച്ചർ ആണ് കൂണ് വളർത്തൽ. ഡൗട്ട് വരാറുള്ളതാണ്. ക്യൂണി കൾച്ചർ മുയൽ വളർത്തലാണ്. മഷ്റൂം കൾച്ചർ ആണ് കൂണ് വളർത്തൽ. നമുക്ക് ഇത് പഠിക്കാം. ഗോൾഡൻ റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദ്യം വന്നാൽ അത് ഹോർട്ടിക്കൾച്ചർ അഥവാ പഴം പച്ചക്കറിയുമായി ബന്ധപ്പെട്ടതാണ്. മുട്ടയുമായി ബന്ധപ്പെട്ടതാണ് സിൽവർ വിപ്ലവം അല്ലെ. സിൽവർ വിപ്ലവം മുട്ടയുമായി ബന്ധപ്പെട്ടതാണ്. മത്സ്യകൃഷിയാണ് ബ്ലൂ റവല്യൂഷൻ അഥവാ നീല വിപ്ലവം. ബ്ലൂ റവല്യൂഷൻ. പെട്രോളിയം കറുത്ത വിപ്ലവം അഥവാ ബ്ലാക്ക് റവല്യൂഷൻ. കറുത്ത വിപ്ലവമാണ് പെട്രോളിയം. ഏകദേശം ക്ലിയർ അല്ലേ? ഓക്കെ. രാസവളങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഗ്രേ റവല്യൂഷൻ. രാസവളങ്ങളുമായി ബന്ധപ്പെട്ടത് ഗ്രേ റവല്യൂഷൻ. ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പാലുമായി ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം അല്ലെ. പാലുമായി ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം. അതുമായി ബന്ധപ്പെട്ടതാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കുക. മുട്ടയുമായി ബന്ധപ്പെട്ടത് എപ്പോഴും ചോദ്യം വരാറുണ്ട്. സിൽവർ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദ്യം വരാറുണ്ട് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കുക. ഇത് ബ്ലാക്ക് റവല്യൂഷൻ അഥവാ കറുത്ത വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടതാണ്? പെട്രോളിയവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് നമുക്ക് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇമ്പോർട്ടന്റ് ആണ്. ഇനിയും കുറച്ചെണ്ണം കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. സുവർണ വിപ്ലവം എന്നത് തേൻ, പഴം, പച്ചക്കറി എന്നിവയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് സുവർണ വിപ്ലവം? നമ്മളിപ്പോ പറഞ്ഞു. ഏതാണ്? ഹോർട്ടിക്കൾച്ചർ. സുവർണ വിപ്ലവം എന്നത് തേൻ, പഴം, പച്ചക്കറി എന്നിവയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിലെ സുവർണ വിപ്ലവത്തിന്റെ പിതാവായി കണക്കാക്കുന്ന വ്യക്തിയാണ് നിർഭക് ടൂത്തേജ്. നമുക്ക് ഹരിത വിപ്ലവത്തിന്റെ പഠിക്കാണ്ടല്ലോ. ഹരിത വിപ്ലവം അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഗ്രീൻ റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം വരും. ഗ്രീൻ റവല്യൂഷൻ ഏതാണ്? ധാന്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഗോതമ്പ്, നെല്ല്. ഓക്കെ. അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് നോർമൻ ബോർലോഗ് ആണ് കേട്ടോ. അത് നമുക്ക് പഠിക്കാം. ഇത് കഴിഞ്ഞ് ഞാൻ ഹരിത വിപ്ലവം കൂടെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. അപ്പൊ സുവർണ വിപ്ലവം എന്നത് തേൻ, പഴം, പച്ചക്കറി എന്നിവയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ്?
സുവർണ വിപ്ലവം. അപ്പൊ സുവർണ വിപ്ലവം ഹോർട്ടിക്കൾച്ചർ ആണ്. മഞ്ഞ വിപ്ലവം ചോദിക്കൂട്ടോ, എണ്ണക്കുരുക്കളുമായി ബന്ധപ്പെട്ടതാണ് മഞ്ഞ വിപ്ലവം. എണ്ണക്കുരുക്കൾ. ധവള വിപ്ലവം അഥവാ വൈറ്റ് റവല്യൂഷൻ ഏതുമായി ബന്ധപ്പെട്ടതാണ്? പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ്. വൈറ്റ് റവല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രശസ്തനായ വ്യക്തിയാണ് ആര്? ഡോക്ടർ വർഗീസ് കുര്യൻ. അതും പഠിച്ചു വെച്ചോ, ചോദ്യം വരാറുണ്ട്. ഓക്കെ, അപ്പൊ ഉയർന്ന ഉൽപാദനക്ഷമത ലക്ഷ്യമാക്കിയുള്ള രണ്ടാമത്തെ സാങ്കേതിക വിദ്യാധിഷ്ഠിത ഹരിത വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്ന കാർഷിക വിപ്ലവമാണ് പ്രോട്ടീൻ വിപ്ലവം. ഏതാണ്? പ്രോട്ടീൻ വിപ്ലവം. ഓക്കെ, അപ്പൊ ഈ പേര് പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ സുവർണ വിപ്ലവത്തിന്റെ പിതാവായി കണക്കാക്കുന്ന വ്യക്തിയാണ് നിർഭക് തൂതേജ്. ഓക്കെ, ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നൊക്കെ ചോദ്യം വന്നത് ആരാണ്? ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗ് ആണ്. പക്ഷെ ശ്രദ്ധിക്കണം, ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദ്യം വന്നത് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ MS സ്വാമിനാഥൻ ആണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ചോദിച്ചാൽ അത് നോർമൻ ബോർലോഗ്. പിന്നെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? മെക്സിക്കോ ആണ് കേട്ടോ, മെക്സിക്കോ. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യമാണ് മെക്സിക്കോ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഫിലിപ്പൈൻസ് ആണ്. ഓക്കെ, ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ് ആണ്. ഓക്കെ, ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഫിലിപ്പൈൻസ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് മെക്സിക്കോ ആണ് കേട്ടോ. അപ്പോ നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. പിന്നെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ചോദ്യം വന്നാൽ അതാണ് ചോദ്യം വരിക. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥൻ. ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഓക്കെ, പിന്നെ MP സിംഗ് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ എന്നറിയപ്പെടുന്നത് MP സിംഗ് ആണ്. MP സിംഗ് ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ എന്നറിയപ്പെടുന്നത്. ആരാണ്? MP സിംഗ് ആണ്. ഹരിത വിപ്ലവം എന്ന പദം ഉപയോഗിച്ചത് ആരാണ്? ആദ്യമായിട്ട് ഹരിത വിപ്ലവം എന്ന പദം അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്ന പേര് നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചത് ആരാണ്? വില്യം ഗൗഡ് ആണ്. അപ്പൊ ഏതൊക്കെ പേരിപ്പോ പഠിച്ചു? ആദ്യം നോർമൻ ബോർലോഗ്. എന്താണ് നോർമൻ ബോർലോഗ്? ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് നോർമൻ ബോർലോഗ്. ഓക്കെ, നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഇനി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ചോദിക്കുകയാണെങ്കിൽ MS സ്വാമിനാഥൻ. MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ എന്ന് ചോദ്യം വരികയാണെങ്കിൽ അതാരാണ്? MP സിംഗ് ആണ്. MP സിംഗ് ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ. MP സിംഗ് ആണ് ഇന്ത്യൻ ഹരിത വിപ്ലവ നായകൻ. ഹരിത വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരെന്ന് ചോദ്യം വന്നാൽ അത് വില്യം ഗൗഡ് ആണ്. വില്യം ഗൗഡ്. ഓക്കെ, വില്യം ഗൗഡ് ആണ് ഹരിത വിപ്ലവം എന്ന പദം അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്ന പേര് നിർദ്ദേശിച്ചതെന്ന് ചോദ്യം വന്ന വില്യം ഗൗഡ് ആണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യം എന്ന് ചോദ്യം വന്നാൽ അത് മെക്സിക്കോ ആണ്. മെക്സിക്കോ. ഓക്കെ, ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഗേഹം എന്ന് ചോദ്യം വന്നാൽ അത് ഫിലിപ്പൈൻസ് ആണ്. ഫിലിപ്പൈൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, നെല്ലിനാണ് നമ്മൾ പ്രാധാന്യം, ഹരിത വിപ്ലവത്തിൽ നെല്ലിനാണ് പ്രാധാന്യം കൊടുത്തതെങ്കിലും കൂടുതൽ വിളഞ്ഞ ധാന്യം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? ഗോതമ്പാണ്. ഗോതമ്പ്. അതുകൊണ്ട് തന്നെ ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യം ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് എന്തായാലും ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പൊ ഹരിത വിപ്ലവം ഏകദേശം സെറ്റ് ആയല്ലോ. ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യത്തിൽ ഒന്നാട്ടോ, പ്രത്യേകിച്ച് ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ്. അതുപോലെ തന്നെ ഇന്ത്യനും മറ്റേതും ഡൗട്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് എക്കണോമിക്സിന്റെ പിതാവ് അല്ലെ, സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് ചോദ്യം വന്നാൽ അതാരാണ്? ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് ആണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. എന്നാൽ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. അപ്പൊ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് M വിശ്വേശ്വരയ്യാണ്. പിന്നെ ഇതിൽ തന്നെ APOയിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? PC മഹലനോബിസ് ആണ്. PC മഹലനോബിസ് ആണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? PC മഹലനോബിസ്. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേ ആയിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണെന്ന് ചോദിച്ചാലും PC മഹലനോബിസിന്റെ ജന്മദിനമാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവാണ് M വിശ്വേശ്വരയ്യ. നമ്മളിപ്പോ പറഞ്ഞു വന്നത്
മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്ന ഏതാണ്? രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് മഹലനോബിസ് മാതൃക. ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹരോൾഡ് ഡോമർ മാതൃക. രണ്ടും പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് രണ്ടും ചോദിക്കാറുണ്ട്. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ധർ മാതൃക എന്നറിയപ്പെടുന്നത്. ധർ മോഡൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി. എട്ടാം പഞ്ചവത്സര പദ്ധതി റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നു. ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്നത്. പത്താം പഞ്ചവത്സര പദ്ധതിയാണ് കേരള മോഡൽ എന്നറിയപ്പെടുന്നത്. ഇതൊക്കെ എന്തായാലും അറിഞ്ഞു വെക്കുക. പിന്നെ ഈ എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നും അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ എഞ്ചിനീയറിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവും ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവൊക്കെ ആരാണ്? എം വിശ്വേശ്വരയ്യയാണ്. എം വിശ്വേശ്വരയ്യ. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? എം വിശ്വേശ്വരയ്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ദാദാബായ് നവറോജി. ദാദാബായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ ദാദാബായ് നവറോജി. പിന്നെ അതുപോലെ തന്നെ ചോദ്യം വരും, ലെയ്സിസ് ഫെയർ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ലെയ്സിസ് ഫെയർ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചത് ആഡം സ്മിത്ത് ആണ്. ലെയ്സിസ് ഫെയർ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആഡം സ്മിത്ത് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും വെൽത്ത് ഓഫ് നേഷൻ ആരുടെയാണ്? ആഡം സ്മിത്തിന്റെയാണ് വെൽത്ത് ഓഫ് നേഷൻ. ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞു വെക്കുക. അതൊക്കെ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പിന്നെ പഞ്ചവത്സര പദ്ധതികളൊക്കെ എന്തായാലും നോക്കിയിട്ട് പോവാം. റൗണ്ട് ആക്കിയിട്ടാണെങ്കിലും നോക്കിയിട്ട് പോവാം. കൃഷിക്ക് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതികൾ എന്തായാലും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഒന്നാം പഞ്ചവത്സര പദ്ധതി. അല്ലെങ്കിൽ വ്യവസായത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിക്കും. അത് രണ്ടാം പഞ്ചവത്സര പദ്ധതി. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി. എന്നാൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടത് ഏതാണ്? അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. അങ്ങനെ ഓരോന്നും പഞ്ചവത്സര പദ്ധതികളൊക്കെ മനസ്സിലാക്കി പഠിച്ചു. പഞ്ചവത്സര പദ്ധതികളുടെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ലക്ഷ്യങ്ങൾ മാത്രം ഒരു ക്ലാസ്സും പിന്നെ അതുപോലെ തന്നെ വർഷങ്ങൾ മാത്രം ഓർത്തിരിക്കാൻ ഒരു ക്ലാസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കിട്ടും. വർഷങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് തന്നെ പെർഫെക്റ്റ് ആയി പഠിച്ചു പോകാൻ പറ്റും. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. പിന്നെ ലിസ്റ്റുകളൊക്കെ നോക്കിയിട്ട് പോകണം. ലിസ്റ്റുകളുടെ ക്ലാസ്സും നിങ്ങൾക്ക് യൂട്യൂബ് ചെക്ക് ചെയ്താൽ കിട്ടും കേട്ടോ. ലിസ്റ്റുകളുടെ ക്ലാസ്, അതായത് മിസ്റ്റർ എജുക്കാട്ട് ലിസ്റ്റ് ക്ലാസ് അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്താൽ മതി. എന്തായാലും ക്ലാസ് വരും. ആ ക്ലാസ് നിങ്ങൾ എന്തായാലും കണ്ടിട്ട് പോവാം. ലിസ്റ്റുകളൊക്കെ പലരും ഭയങ്കര ടഫാണെന്ന് പറഞ്ഞിട്ട് വിട്ട് കളയുന്ന കാര്യമാണ്. അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. 3 കഥകൾ മാത്രമാണ് നമ്മൾ അവിടെ പറയുന്നത്. ഈ കഥകൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം സെറ്റ് ആവും. അങ്ങനെ ഓരോന്നും മനസ്സിലാക്കി പഠിച്ചു. അപ്പോൾ വിട്ടുകളയരുത്. പഞ്ചവത്സര പദ്ധതികളൊക്കെ എന്തായാലും നോക്കിയിട്ട് പോവാം. ഹരിത വിപ്ലവം നമ്മളിപ്പോൾ പറഞ്ഞു, അതൊന്നും നോക്കിയിട്ട് പോവാം. RBI കുറിച്ച് പറഞ്ഞു, അതൊന്നും നോക്കിയിട്ട് പോവാം. RBI ഒക്കെ ചോദ്യം വരും. പിന്നെ ബാങ്കുകളെ പറ്റിയിട്ടൊക്കെ ബേസിക് ആയിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ അറിയാണ്ടാവും. അതൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് പോവാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പിന്നെ കേരളത്തിലെ വിപ്ലവങ്ങളൊക്കെ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ അറിഞ്ഞു പോവുക. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കുറച്ചെണ്ണം നമുക്ക് പറഞ്ഞ പോലെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് റിവിഷൻ പോലെ കുറച്ചെണ്ണം ഞാൻ പറഞ്ഞു തരട്ടെ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം എന്ന് ചോദ്യം വന്നാൽ അത് ഏതാണ്? അത് അഞ്ചുതെങ്ങ് കലാപമാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697 ആണ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721 ആണ്. ആറ്റിങ്ങൽ കലാപത്തിൽ ചോദ്യം വരുന്ന കുറച്ചെണ്ണം പറഞ്ഞു തരട്ടെ. ഒന്ന്, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ്. പിന്നെ ഒരു ചോദ്യം വരും, ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഗിഫോർഡ് ആണ്. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. പിന്നെ ഒരു ചോദ്യം വരും, ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? വേണാട് ഉടമ്പടി. ആരൊക്കെയാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്? വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒരാൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ ചോദ്യം വരും, നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വരും. ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഈ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, തിരുവിതാംകൂറിന്റെ അശോകൻ, ആധുനിക തിരുവിതാംകൂറിലെ ബിസ്മാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. ചോരയുടെയും ഇരുമ്പിന്റെയും നയം ആരുടെ ഭരണകാലമാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? അത് ആരുടെ ഭരണകാലമാണെന്ന് ചോദിച്ചാൽ മാർത്താണ്ഡവർമ്മയുടെ ഭരണപരിഷ്കാരമാണ്. ചോരയുടെയും ആരുടെ ഭരണനയമാണെന്ന് ചോദ്യം വരും. ആരുടെ ഭരണനയമാണ്? മാർത്താണ്ഡവർമ്മയുടേതാണ് ചോരയുടെയും ഇരുമ്പിന്റെയും നയം. പിന്നെ മാർത്താണ്ഡവർമ്മ അതുപോലെ തന്നെ കുറച്ച് അതായത് തിരുവിതാംകൂർ രാജാക്കന്മാരെ പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാണ്ട് ഇമ്പോർട്ടന്റ് ആയത് മാത്രം ഒന്ന് പറഞ്ഞു പോവാം. തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? സ്വാതി തിരുനാളിന്റെ ഭരണകാലമാണ്. ഗർഭശ്രീമാൻ, ദക്ഷിണ ഭോജൻ എന്നൊക്കെ അറിയപ്പെടുന്നത് സ്വാതി തിരുനാളാണ്. കിഴവൻ രാജ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് കാർത്തിക തിരുനാളാണ് കേട്ടോ. കാർത്തിക തിരുനാളാണ് കിഴവൻ രാജ എന്നും മാർത്താണ്ഡവർമ്മയുടെ പിൻഗാമി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അത് കാർത്തിക തിരുനാളാണ്. പിന്നെ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് ആരാണ്? ഉത്രം തിരുനാളാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയത് എന്നാണ് നൽകിയത്? 1851. ഇതിൽ ഏതെങ്കിലും പോയിന്റ് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ, അത് മുമ്പ് പഠിച്ചിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഞാൻ വേഗം അങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ
നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, പഠിച്ചിട്ട് പോകും. ഇമ്പോർട്ടന്റ് ആയത് മാത്രം ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. ചാന്നാർ ലഹള ഏത് വർഷമാണെന്ന് ചോദ്യം വരും കേട്ടോ. 1859 ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത് എപ്പോഴാണ്? 1859 ജൂലൈ 26 അല്ലേ? ജൂലൈ 26 മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചത്. ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് ചാന്നാർ ലഹളക്ക് പ്രചോദനമേകിയ ആത്മീയ നേതാവ്. ഈ കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കപ്പെടുന്നത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അദ്ദേഹമാണ് സ്വയം മഹാവിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാരെ പറ്റി പറയുന്നു. അപ്പൊ ഉത്രം തിരുനാളിനെ പറ്റി ഇത് പഠിച്ചു വെക്കുക. കഥകളിയുടെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഉത്രം തിരുനാളിന്റെ ഭരണകാലമാണ്. തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് സ്വാതി തിരുനാളിന്റെ ഭരണകാലമാണ്. അദ്ദേഹമാണ് ഗർഭശ്രീമാൻ ദക്ഷിണ ഭോജൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഓക്കെ, പിന്നെ മൃഗബലി നിരോധിച്ചത് ആരാണ്? റാണി സേതു ലക്ഷ്മിബായി ആണ്. തിരുവിതാംകൂറിലെ ദേവസ്വത്തിന് കീഴിലുള്ള മൃഗബലി നിരോധിച്ചത് ആരാണ്? റാണി സേതു ലക്ഷ്മിബായി ആണ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ആരാണ്? ഗൗരി പാർവതിബായി ആണ്. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചിട്ട് പോകണം, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഏകദേശം എല്ലാം അതുമായി ബന്ധപ്പെട്ട് ഇത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഏറ്റവും ബേസിക് ആയത് ഇതെങ്കിലും ഒന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ കലാപങ്ങൾ എന്തായാലും അറിഞ്ഞു വെക്കണം. വേണാട് ഉടമ്പടി നമ്മൾ പഠിച്ചു. പിന്നെ ഇതിന്റെ വർഷം, ചാന്നാർ ലഹള എപ്പോഴും വർഷം ചോദിക്കാറുണ്ട്. അതിൽ വർഷങ്ങളുടെ ക്രമമൊക്കെ ചോദിക്കും. ചാന്നാർ ലഹളയുടെ വർഷം പഠിച്ചോ? 1859 ചാന്നാർ ലഹള. ഓക്കെ, 1859. പിന്നെ അതുപോലെ തന്നെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് 1888 ഈ വർഷം എപ്പോഴും ചോദ്യം വരും. എന്താണ്? ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷമാണ് ഏത്? 1888. ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾ ചോദ്യം വരാറുണ്ട്. ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. എവിടെയെങ്കിലും എഴുതി വെച്ചോ, അല്ലെങ്കിൽ എന്റെ കൂടെ റിപ്പീറ്റ് ചെയ്തോ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ കൃതിയാണ് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. ഏതാണ്? ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട്. പിന്നെ ജാതി മീമാംസ ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. പിന്നെ ദൈവദശകം, ശിവശതകം, ദർശനമാല, ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികളാണ്. ഓക്കെ, അപ്പൊ ആത്മോപദേശ ശതകം, ദൈവദശകം, ശിവശതകം, ദർശനമാല, ജാതി മീമാംസ, ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വചനങ്ങൾ ചോദിക്കാറുണ്ട്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. പിന്നെ അതുപോലെ തന്നെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അത് ശ്രീനാരായണ ഗുരു ആലുവ സർവമത സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചതാണ്. അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്ക്. ആലുവ സർവമത സമ്മേളനം എന്ന് പറയുമ്പോൾ സർവമത സമ്മേളനം വന്നു കഴിഞ്ഞാൽ എന്താ? കലബല എന്ന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതായത് ഇവർ തമ്മിൽ പിന്നെ തർക്കിച്ചുകൊണ്ടിരിക്കും. സർവ്വമതക്കാരും തമ്മിൽ അവരുടേതാണ് ശരി എന്ന് തർക്കിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിന് മുന്നോടിയായിട്ട് അതിന്റെ ഭിത്തിയിലല്ല, കവാടത്തിൽ, പ്രവേശന കവാടത്തിൽ തന്നെ ശ്രീനാരായണ ഗുരു എഴുതി വെച്ച കാര്യമാണ് വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. അപ്പൊ എന്ന് ശ്രീനാരായണ ഗുരു ഏതിലൂടെയാണ് മുന്നോട്ട് വെച്ചതെന്ന് ചോദ്യം വന്നാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. ആലുവ സർവമത സമ്മേളനമാണ്. ഓക്കെ, ഞാൻ എനിക്ക് ഓർമ്മ വരുന്നതൊക്കെ കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. എന്തെങ്കിലുമൊക്കെ എന്തായാലും ഇമ്പോർട്ടന്റ് ആയതാ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ ചോദ്യം വരും മറ്റേ അരുവിപ്പുറം പ്രതിഷ്ഠ, അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിൽ എന്താണ് എഴുതി വെച്ചതെന്ന്. അപ്പൊ ആദ്യം അതിന് അരുവിപ്പുറം പ്രതിഷ്ഠ എന്താണെന്ന് അറിഞ്ഞു വെച്ചാൽ മതി. എന്താണ് അരുവിപ്പുറം പ്രതിഷ്ഠ? അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ശ്രീനാരായണ ഗുരു ഒരു കഥയൊക്കെ ഞാൻ മുമ്പ് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു തന്റെ ഒരു സുഹൃത്തും കൂടെ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയപ്പോൾ അവിടെ അയിത്തം നിലനിൽക്കുകയാണ്. അതായത് അമ്പലത്തിന്റെ ഉള്ളിൽ താഴ്ന്ന ജാതിക്കാർക്ക് കയറാൻ പറ്റില്ല. അപ്പൊ ഇവര് പുറത്ത് നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? തൊഴുന്നത്. അങ്ങനെ പുറത്ത് നിന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് തിരിച്ചു പോകുമ്പോൾ ശ്രീനാരായണ ഗുരു തന്റെ സുഹൃത്തിനോട് ചോദിക്കുകയാണ്, നമുക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട്. അതായത് ദൈവത്തിന് മുമ്പിൽ ഈ വേർപാടിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ദൈവത്തിന് മുമ്പിൽ ഈ ഐത്തം എന്ന് പറയുന്ന സാധനമൊക്കെ ഉണ്ടോ? നമുക്ക് തന്നെ ഒരു അമ്പലം പണിതാൽ എന്താണ്? വെറുതെ ഗുരു ഈ സുഹൃത്തിനോട് ചോദിക്കണം. അപ്പൊ സുഹൃത്ത് പറയാണ് അങ്ങനെ ചെയ്താൽ അത് വളരെ ഉപകാരമാണെന്ന് പറയാണ്. അങ്ങനെയാണ് ഗുരുവിന് ഒരു അമ്പലം, ഒരു പ്രതിഷ്ഠ, അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തണം എന്ന ആശയം മുന്നോട്ട് വന്നത് ഗുരുവിന്റെ മനസ്സിലുണ്ടായത്. അങ്ങനെ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുകയാണ്. അരുവിപ്പുറത്ത് എന്ത് പ്രതിഷ്ഠയാണ്? ശിവപ്രതിഷ്ഠ. അതിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട്. ഒന്ന്, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. ഈ വേളയിൽ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. ഓക്കെ, ഞാൻ കുറച്ച് സ്പീഡാവുണ്ട് അറിയാം. ഓക്കെ, സോറി കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് ടൈം പോകുന്നത് പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞോളൂ. ഞാൻ എന്തായാലും കുറച്ച് സ്ലോ ആക്കി പറയാം, കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിച്ചു പോകണല്ലോ. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ വേളയിൽ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. അവിടെ തന്നെ ഉണ്ട് ശിവപ്രതിഷ്ഠ, ശിവശതകം. ഓക്കെ, പിന്നെ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ ശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്ന ജാതിക്കാർ അതിനെ എതിർക്കും. അപ്പൊ ഉയർന്ന ജാതിക്കാർ വന്ന് ചോദ്യം ചെയ്യുകയാണ്, നിങ്ങൾ എന്തധികാരത്തിലാണ് ശിവനെ പ്രതിഷ്ഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഉയർന്ന ജാതിക്കാർ ചോദ്യം ചെയ്യുമ്പോൾ ഗുരു മുന്നോട്ട് വെച്ച ഒരു വാക്കുണ്ട്. അത് വളരെ പ്രശസ്തമായതാണ്. എന്താണ്? ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത്. അല്ലെ, പിന്നെ അവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് ഗുരു പറഞ്ഞത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠാ വേളയിലാണ്. അങ്ങനെ ഗുരു എവിടെ നിന്നാണ്? നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്നും ഒരു കല്ലെടുത്തിട്ടാണ്
പ്രതിഷ്ഠിക്കുന്നത്? നെയ്യാറിലെ ശങ്കരൻകുഴി. അപ്പൊ അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹ കല്ല് എവിടെ നിന്നാണോ എടുത്തതെന്ന് ചോദ്യം വരാറുണ്ട്. നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നാണ്. എപ്പോഴാണ് അരുവിപ്പുറം പ്രതിഷ്ഠ? 1888. ഇനി ചോദ്യം, അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിൽ ഗുരു എഴുതി വെച്ച ഒരു വചനുണ്ട്. എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ. എന്തായിരുന്നു ഗുരുവിന്റെ ആഗ്രഹം? ഗുരു എന്തിനാണ് ക്ഷേത്രം പണിയെടുപ്പിച്ചത്? ജാതി മത വേർപാടൊന്നുമില്ലാതെ ഏവർക്കും വന്നിട്ട് ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുക. അങ്ങനെ അവിടെ ഒരു വേർപാടോ ഒരു അയിത്തോ ഒന്നും നിലനിൽക്കുന്നില്ല. ആർക്കും കയറി വരാം. ഓക്കെ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരദ്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിലൂടെ ഗുരു മുന്നോട്ട് വെച്ചതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചോദിക്കാറുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. എന്നാൽ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേറൊരു ചോദ്യം വരും. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യന് എന്ന് പറഞ്ഞത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് ആരാണ്? തൈക്കാടയ്യാണ്. മനസ്സിലാക്കി പഠിക്കുക. തൈക്കാടയ്യയുടെ ഈ വാക്കുകളാണ് ഗുരു കടം കൊണ്ടത്. തൈക്കാടയ്യയുടെ ഈ വാക്കുകളാണ് ഗുരു വിവർത്തനം ചെയ്ത് മലയാളത്തിൽ പറഞ്ഞ് ഫേമസ് ആക്കിയത്. ഓക്കെ. അപ്പൊ ഈ ശരിക്കും ഈ വാക്കുകൾ തൈക്കാടയ്യയുടെ. ഈ തൈക്കാടയ്യ എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ്. അപ്പൊ ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് തൈക്കാടയ്യാണ്. പാണ്ടി പറയൻ, പണലി പറയൻ എന്നൊക്കെ അറിയപ്പെടുന്നത് തൈക്കാടയ്യാണ്. ജനങ്ങൾ സ്നേഹപൂർവ്വം സൂപ്രണ്ടയ്യ എന്ന് വിശേഷിപ്പിച്ചതും തൈക്കാടയ്യാണ്. അപ്പൊ പഠിച്ചു വെക്കുക. തൈക്കാടയ്യയുടെ വാക്കുകളാണ്. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ. ഇതാരുടെയാണ്? തൈക്കാടയ്യയുടെ വാക്കുകളാണ്. പിന്നെ ചോദ്യം വരും, സമപന്തി ഭോജനം നടത്തിയതാര്? വൈകുണ്ഠ സ്വാമികൾ. പന്തി ഭോജനം നടത്തിയതാര്? തൈക്കാടയ്യ. പ്രീതി ഭോജനം നടത്തിയതാര്? വാഗ്ഭടാനന്ദൻ. ഓക്കെ. പ്രീതി ഭോജനം നടത്തിയതാരാണ്? വാഗ്ഭടാനന്ദൻ. ഓക്കെ. അപ്പൊ പ്രീതി ഭോജനം നടത്തിയതാരാന്ന് ചോദിച്ചാൽ പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. പിന്നെ അതുപോലെ തന്നെ മിശ്ര ഭോജനം ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഓക്കെ. അപ്പൊ സമപന്തി ഭോജനം വൈകുണ്ഠ സ്വാമികൾ, പന്തി ഭോജനം തൈക്കാടയ്യ, പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ, മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ. അതുപോലെ തന്നെ പട്ടിസദ്യ നടത്തിയ നവോത്ഥാന നായകൻ ആരാന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളാണ് കേട്ടോ. ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട് ചോദ്യം വരാറുണ്ട്. സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം വരും. കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി എന്നൊക്കെ ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് ആര്? ഇതിൽ ഏതെങ്കിലും ഒരു വിശേഷണം തന്നിട്ട്, ഉദാഹരണത്തിന് സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അപ്പൊ ഏതൊക്കെയാണ്? സർവ്വവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവ്യവും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കാഷായം ധരിക്കാത്ത സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ചോദ്യം വരാറുണ്ട്. പ്രാചീന മലയാളം, അല്ലെ? പ്രാചീന മലയാളം, ആദിഭാഷ, ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ്. പ്രാചീന മലയാളം, ആദിഭാഷ. പിന്നെ അതുപോലെ തന്നെ മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, ഇതൊക്കെ ചട്ടമ്പി സ്വാമികളുടെ പ്രശസ്തമായ കൃതികളാണ്. മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, ആദിഭാഷ, പ്രാചീന മലയാളം, ഇതൊക്കെ ഏതാണ്? ആരുടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ്. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് സ്വാമി വിവേകാനന്ദൻ ഏത് കൃതിയെ കുറിച്ചാണെന്ന് പറഞ്ഞു ചോദിക്കും. ഓക്കെ. തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം. ഏതാണ്? വേദാധികാര നിരൂപണം എന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയെ കുറിച്ചാണ് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. ഏതാണ്? വേദാധികാര നിരൂപണം. അപ്പൊ ചോദ്യം വരും, വേദാധികാര നിരൂപണം എന്ന കൃതി ആരുടേതാണ്? അല്ലെങ്കിൽ ആദിഭാഷ, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, ഇതിൽ ഏതെങ്കിലും ഒക്കെ കൃതി ആരുടേതാണെന്ന് ചോദ്യം വരികയാണെങ്കിൽ അത് ആരുടേതാണ്? അത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ഇവരുടെ രണ്ടാളുടെയാണ് എപ്പോഴും ചോദ്യം വരാറുള്ളത്. ഒന്നല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു നമ്മൾ പഠിച്ചു. ഗജേന്ദ്ര മോക്ഷം, വഞ്ചിപ്പാട്ട്. പിന്നെ അതുപോലെ തന്നെ ഏതാണ്? ശിവശതകം, ദൈവദശകം, ആത്മോപദേശ ശതകം, ദർശനമാല, ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രധാന കൃതികളാണ്. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് നമ്മളിപ്പോ പറഞ്ഞത്. വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, ആദിഭാഷ, പ്രാചീന മലയാളം, അങ്ങനെ ഓരോന്ന്. ഓക്കെ. പിന്നെ കേരള ചരിത്രമാണ് ഞാൻ നോക്കാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ നോക്കണമെന്ന്. ഒന്ന്, ആറ്റിങ്ങൽ കലാപമായിട്ട് വരികയാണെങ്കിൽ ഈ ചോദ്യം വരിക, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം. അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഏറ്റവും ശക്തമായ കലാപം എന്ന് ചോദ്യം വരികയാണെങ്കിൽ അത് പഴശ്ശി കലാപമാണ് കേട്ടോ. പഴശ്ശി കലാപം. പഴശ്ശി കലാപങ്ങൾ 2 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നിട്ടുള്ളത്. 93 മുതൽ 97 വരെ ഒന്നാം പഴശ്ശി കലാപം, രണ്ടാം പഴശ്ശി കലാപം 800 മുതൽ 805 വരെ. അവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരാണ്? ആർത്തർ വെല്ലസ്ലി. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപനാണ് ആർത്തർ വെല്ലസ്ലി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നെപ്പോളിയനെ പരാജയപ്പെടുത്തി വാട്ടർലൂ യുദ്ധത്തിൽ. ആരാണ്? ആർത്തർ വെല്ലസ്ലി. അദ്ദേഹം തന്നെയാണിത്. ഓക്കെ. അപ്പോ
രണ്ടാം പഴശ്ശി കലാപ സമയത്തെ അല്ലെങ്കിൽ രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ബ്രിട്ടീഷ് പട്ടാള സൈന്യാധിപൻ ആരെന്ന് ചോദ്യം വന്ന അത് ആർത്തർ വെല്ലസ്ലി. രണ്ടാം പഴശ്ശി കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടർ ആരെന്ന് ചോദ്യം വന്ന അതാരാണ്? അത് തോമസ് ഹാർവേ ബാബർ ആണ്. TH ബാബർ അല്ലെങ്കിൽ തോമസ് ഹാർവേ ബാബർ. അപ്പൊ ഇങ്ങനെ ആലോചിച്ചാൽ മതി, തലയിൽ മുടി വെട്ടാൻ ബാർബർ. അത് ആലോചിച്ചാൽ മതി, തലയിൽ മുടി വെട്ടാൻ ബാർബർ. അപ്പൊ തലയിൽ മുടി, തലശ്ശേരി സബ് കളക്ടർ TH ബാബർ ആണെന്ന് കണക്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വരും. ആരാണ്? സർദാർ KM പണിക്കരാണ്. അവിടെ അത്രയൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത് ചാന്നാർ ലഹളയാണ്. 1859 ചാന്നാർ ലഹള നടന്നത്. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ. 1891 മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. 1891. 1893 വില്ലുവണ്ടി യാത്ര നടന്നത്. 1893 അത് നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ് അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത്. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്നത്. പിന്നെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചത്, അതുപോലെ തന്നെ പുലയരുടെ രാജാവ് എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചതൊക്കെ അയ്യങ്കാളിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് അയ്യങ്കാളിയെ ആരാണ് വിശേഷിപ്പിച്ചത്? EK നായനാരാണ്. ഇതൊക്കെ പഠിച്ചു വെക്കുക. ഞാൻ കുറെ പോയിന്റ്സ് അങ്ങനെ പറഞ്ഞു പോവാ. ഏതെങ്കിലും കേൾക്കാത്തുണ്ടെങ്കിൽ വേഗം എഴുതി വെച്ച് പറയാം. റിപ്പീറ്റ് ചെയ്ത് പറയാൻ നമുക്ക് ഒരുപാട് സമയമല്ല. നിങ്ങൾക്ക് ഒരുപാട് സമയമായി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും ബോറടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടോ. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാൻ റെഡിയാണ്. റിപ്പീറ്റ് ചെയ്ത് ചിലപ്പോൾ എന്തെങ്കിലും ബാഡ് കമന്റ് വന്നാലോ, അതായത് എന്തിനത്രയും സമയം കളയുന്നതെന്നൊക്കെ ചോദിച്ചാൽ ഇടക്ക് മെസ്സേജ് വരും, അല്ല കമന്റ് വരും. ചിലപ്പോൾ ചില ആളുകൾക്ക് മോട്ടിവേഷൻ പറ്റില്ല, ചില ആളുകൾക്ക് റിപ്പീറ്റ് ചെയ്യുന്നത് പറ്റില്ല. പക്ഷെ എൻ്റെ ഭൂരിഭാഗം ആളുകൾക്കും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അത്ര ഇഷ്ടമാണ്. അതുപോലെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അവർക്ക് അത്ര ഇഷ്ടമാണ്. അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ്, അല്ലാതെ എനിക്കിത് ചെയ്ത സമയം കളയേണ്ട കാര്യം എന്താ? ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും റിപ്പീറ്റ് ചെയ്ത് പറയാൻ പോവാണ്. നെഗറ്റീവ് അടിക്കുന്നവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോ, അല്ലാതെ ഞാൻ എന്താ പറയാ. അപ്പൊ നമുക്ക് എന്തായാലും റിപ്പീറ്റ് ചെയ്ത് പറയാം. ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളായതുകൊണ്ടാണ് കേട്ടോ. 1891 മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം ചോദ്യം വരും. തിരുവിതാംകൂറുകാർക്ക്. അപ്പൊ എന്താണ് ചോദ്യം? തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. 1893 പ്രശസ്തമായ വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ് കേട്ടോ. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത്. പിന്നീട് ചോദ്യം വരും, അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ് അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത്. അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. അപ്പൊ ആരാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത്? AKG ആണ് കേട്ടോ. AK ഗോപാലനാണ് പാവങ്ങളുടെ പടത്തലവൻ. AKGയുമായി ബന്ധപ്പെട്ട് എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാണ്? AK ഗോപാലനാണ്. എന്താണ്? ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AK ഗോപാലനാണ്. പട്ടിണി ജാഥക്ക് നേതൃത്വം നൽകിയത് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? AK ഗോപാലനാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ അല്ലെ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാലും AK ഗോപാലനാണ്. AK ഗോപാലനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. എപ്പോഴാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്? 1931 1931 ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു 3 ചോദ്യമുണ്ട് ഇതേപോലെ തന്നെ. ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ, പിന്നെ ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. സെക്രട്ടറി ആരാണ്? K കേളപ്പനാണ്. അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാലും K കേളപ്പനാണ്. ഈ K കേളപ്പനാണ് കേരള ഗാന്ധി. അത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് K കേളപ്പനാണ്. ഈ K കേളപ്പനാണ് 1930 ഉപ്പ് സത്യാഗ്രഹത്തിനും നേതൃത്വം നൽകിയത്. ഓക്കെ, ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും K കേളപ്പനാണ്. അപ്പൊ ഓക്കെ ആണല്ലോ. K കേളപ്പനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ K കേളപ്പൻ കേരള ഗാന്ധി. ആരാണ്? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ. ആരാണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്? M മുകുന്ദനാണ്. M മുകുന്ദൻ. നമുക്ക് കണക്ട് ചെയ്ത് പറ്റുന്ന അത്രയും പോയിന്റ്സ് പഠിച്ചു കേട്ടോ, എന്നിട്ട് നമുക്ക് വേഗം നിർത്താം. M മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. മയ്യഴിയുടെ കഥാകാരൻ M മുകുന്ദൻ. കോഴിക്കോടിന്റെ കഥാകാരൻ ആരാണ്? SK പൊറ്റക്കാട്. എന്താണ്? SK പൊറ്റക്കാടാണ് കോഴിക്കോടിന്റെ കഥാകാരൻ. SK പൊറ്റക്കാടിന്റെ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ ഇല്ലേ, ഒരു ദേശത്തിന്റെ കഥ ആരുടേതാണ്? ഒരു ദേശത്തിന്റെ കഥ ആര് രചിച്ചതാണെന്ന് ചോദ്യം വന്ന SK പൊറ്റക്കാടിന്റേതാണ് കേട്ടോ. SK പൊറ്റക്കാടിന്റേതാണ് ഒരു ദേശത്തിന്റെ കഥ. അദ്ദേഹത്തിന്റെ മറ്റു കൃതികളാണ് ഒരു ദേശത്തിന്റെ കഥ, ഒരു തെരുവിന്റെ കഥ, പാതിരാ സൂര്യന്റെ നാട്ടിൽ. പിന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ വഴിയമ്പലങ്ങൾ. ഓക്കെ, അപ്പോ കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാട്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. നിളയുടെ കഥാകാരൻ. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് തകഴിയാണ്. കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി. ഓക്കെ, പിന്നെ ഇവർക്കൊക്കെ ജ്ഞാനപീഠം ലഭിച്ച വർഷം
വർഷം 1965 ആദ്യമായിട്ടൊരു മലയാളിക്ക് ജ്ഞാനപീഠം ലഭിക്കുന്നത്. ആദ്യമായിട്ട് ജ്ഞാനപീഠം കൊടുത്തു തുടങ്ങിയതും 1965 അപ്പൊ ആദ്യം ലഭിച്ച മലയാളി ആരാണ്? വേഗം വർഷങ്ങളൊന്ന് പറഞ്ഞു പോട്ടെ. 1965 ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യം ജ്ഞാനപീഠം ലഭിച്ചത്. 80 SK പൊറ്റക്കാട്, 84 തകഴി, 95 MT, 2007 ONV, 2019 അക്കിത്തം. ഓക്കെ, അക്കിത്തത്തിനാണ് അവസാനമായിട്ട് ജ്ഞാനപീഠം ലഭിച്ചത്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. എന്താ പറഞ്ഞ് ജ്ഞാനപീഠം എന്തായാലും പഠിച്ചു വെക്കണം. പിന്നെ ആദ്യമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച മലയാളി മാത്രമല്ല, ആദ്യം നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ അല്ലേ? ആദ്യം നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരനാണ് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. 1913 രവീന്ദ്രനാഥ് ടാഗോറിന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഏത് വിഷയത്തിനാണെന്ന് ചോദിച്ചാൽ സാഹിത്യത്തിനാണ്. നമുക്കൊക്കെ അറിയാം അദ്ദേഹം എഴുത്തുകാരനാണ്. ഏത് കൃതിക്കാണെന്ന് ചോദിച്ചാൽ ഗീതാഞ്ജലി എന്ന കൃതിക്കാണ്. അപ്പൊ ചോദ്യം വരാറുണ്ട്, രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതികളിൽ പെടാത്തത് ഏതെന്നൊക്കെ ചോദ്യം വരും. അപ്പൊ പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം ഒന്ന് പഠിച്ചാലോ? ഗോര, ഗീതാഞ്ജലി, കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്. ഈ 4 പഠിച്ചു വെച്ചോ. ഗോര, ഗീതാഞ്ജലി, കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്. ഇതൊക്കെ ആരുടെ പ്രധാനപ്പെട്ട കൃതികളാണ്? രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? ഇത്രയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോവാ. ബംഗാൾ വിഭജനം നമ്മൾ പറഞ്ഞിരുന്നു 1905. ഇങ്ങനത്തെ കുറച്ച് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സാധനം ഉണ്ട് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കുക. ഓക്കെ, ബംഗാൾ വിഭജനം 1905. പിന്നെ ഏതാ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വർഷം? 1924 കേട്ടോ. വൈക്കം സത്യാഗ്രഹം നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. വൈക്കം സത്യാഗ്രഹം ദക്ഷിണേന്ത്യയിലെ ഐറ്റത്തിനെതിരെ നമ്മുടെ TK മാധവനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അവിടെ പഠിച്ചു വെക്കണം. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. ഈ മന്നത്ത് പത്മനാഭനാണ് NSSന്റെ സ്ഥാപകൻ. ഏതാണ്? നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? മന്നത്ത് പത്മനാഭൻ. 1914 NSS സ്ഥാപിച്ചത്. SNDPയുടെ സ്ഥാപകൻ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. നമുക്കറിയാം ശ്രീനാരായണ ഗുരുവാണ് SNDPയുടെ സ്ഥാപകൻ. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആരാണ്? സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ അയ്യങ്കാളിയാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. പിന്നെ SNDPയുടെ ആദ്യ മുഖപത്രം ചോദ്യം വരാറുണ്ട്. വിവേകോദയമാണ്. ഏതാണ്? വിവേകോദയം. ഇതെന്താണ് അറിയപ്പെടുന്നത് അറിയോ? ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് വിവേകോദയമാണ്. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് വിവേകോദയം. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. കേരളത്തിലെ ആദ്യ പത്രം ഏതാന്ന് ചോദിച്ചാൽ രാജ്യസമാചാരമാണ് കേട്ടോ. രാജ്യസമാചാരം. അപ്പൊ അതും ഓർത്തു വെക്കുക. ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്നാലും കുറെയൊക്കെ നമുക്ക് ഇനി റിപ്പീറ്റ് ചെയ്യാൻ കാര്യങ്ങളുണ്ട്. എല്ലാതും ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. പിന്നെ ചിലപ്പോൾ സിംഹവാലം കുരങ്ങിന്റെ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലം കുരങ്ങളെ സംരക്ഷിക്കപ്പെടുന്ന ദേശീയോദ്യാനം ഏതാന്ന് ചോദിച്ചാൽ സൈലന്റ് വാലിയാണ് കേട്ടോ. ഏതാണ്? സൈലന്റ് വാലിയാണ്. വരയാടുകളെ സംരക്ഷിക്കപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഇരവികുളത്താണ്. ഇരവികുളത്താണ് നീലക്കുറിഞ്ഞി കാണപ്പെടുന്നത് അല്ലേ? നീലക്കുറിഞ്ഞിക്ക് പ്രശസ്തമായ കേരളത്തിലെ ദേശീയോദ്യാനം ഏതാന്ന് ചോദിച്ചാൽ ഇരവികുളമാണ്. ഏതാണ്? ഇരവികുളമാണ്. ഇരവികുളത്ത് തന്നെയാണ് വരയാടുകൾ ഉള്ളത്. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഏകദേശമൊക്കെ പറഞ്ഞു. പിന്നെ ആനമുടി ചോദ്യം വരും. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദ്യം വരും. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദ്യം വരും. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് ചോദ്യം വരും. ഇതൊക്കെ ചോദ്യം വന്ന ആനമുടിയാണ്. 2695 മീറ്ററാണ് ഉയരം. അതും പഠിച്ചു വെച്ചോ. ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ മൂന്നാർ പഞ്ചായത്ത് ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിലെ ദേവികുളം താലൂക്കിലാണ്. ക്ഷമിക്കണം, ഇടുക്കി ജില്ലയിലെ അതെ ശരിയാണ്, ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിലെ ദേവികുളം താലൂക്കിലാണ്. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ആനമുടിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ഏത്? ഇരവികുളം വന്യജീവി സങ്കേതം. അതും പഠിച്ചു വെക്കുക. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984 അത് ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചതെങ്കിലും 85 ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ് കേട്ടോ. അതും പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ 42ാം ഭേദഗതി ഒന്ന് അറിഞ്ഞു വെക്കാം കേട്ടോ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് 42ാം ഭേദഗതിയാണ്. അതിലൂടെ കൂട്ടിച്ചേർത്ത വാക്കുകളാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ. അപ്പൊ ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് 42ാം ഭേദഗതി. 42ാം ഭേദഗതിയുടെ വർഷം ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. പേനവാ 4+2 42ാം ഭേദഗതി അല്ലേ ഈക്വൽ ടു 6. ഓക്കെ, അപ്പൊ 1976. ഇതുപോലെ തന്നെ 44ാം ഭേദഗതി 4+4 ഈക്വൽ ടു 8 1978. രണ്ടിന്റെ വർഷം പഠിച്ചല്ലോ. അപ്പൊ 42ാം ഭേദഗതി 1976 44ാം ഭേദഗതി 1978. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തു മാറ്റിയത് 44ാം ഭേദഗതിയിലൂടെയാണ്. ഉറപ്പായിട്ടും ചോദ്യം പ്രതീക്ഷിച്ചു പോയിക്കോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏത്? എപ്പോഴും ഒരേപോലെ തന്നെ ചോദിക്കുന്ന ഒരു സാധനമാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സ്വത്തവകാശം ഓപ്ഷനിൽ ഉണ്ടാവും. വേഗം പോയി ടിക്ക് ചെയ്തോ, അതുണ്ടെങ്കിൽ മാത്രം. ഇല്ലെങ്കിൽ പിന്നെ ചോദ്യം വരും, സ്വത്തവകാശം ഇപ്പോൾ എന്തവകാശമാണ്? എന്താണ്? നിയമാവകാശമാണ്. സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. ഓക്കെ,
പിന്നെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗം 3 നിലവിൽ 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. അത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. നിലവിൽ എത്രയാണ്? 6 മൗലികാവകാശങ്ങളാണ് ഉള്ളത്. ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പോ ഭരണഘടനയുടെ പിതാവ് നമുക്കറിയാം ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാന്ന് ചോദിച്ചാലും ഡോക്ടർ BR അംബേദ്കർ ആണ് കേട്ടോ. അതും പഠിച്ചു വെക്കുക. പിന്നെ എന്തെങ്കിലും പറയാൻ വിട്ടുപോയോ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും. ഭാഗം 3 മൗലികാവകാശങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ഭാഗം 3 മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 32 കേട്ടോ. ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ളതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് 32 ആർട്ടിക്കിൾ 32. ഹൈക്കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാം അല്ലെ. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. ഹൈക്കോടതിക്കാണെങ്കിൽ ആർട്ടിക്കിൾ 226. ഓക്കെ ആണല്ലോ? രണ്ടും പഠിച്ചു വെച്ചോ. ഓക്കെ, ആർട്ടിക്കിൾ 32, ആർട്ടിക്കിൾ 226. പിന്നെ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളാണ് 14, 19, 21. ഇതും പഠിച്ചു വെച്ചോ. 14, 19, 21 എന്നീ ആർട്ടിക്കിളുകളാണ് ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്നത് അല്ലെ. സുവർണ ത്രികോണം 14, 19, 21. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. എപ്പോഴും എന്റെ മനസ്സിൽ ഓരോന്ന് വരുന്നതാണ്. അതിർത്തികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മേ ബി അതിർത്തികളൊക്കെ വന്നാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ഏത് രാജ്യവുമായിട്ടാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ബംഗ്ലാദേശാണ് കേട്ടോ. ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ചൈനയാണ്. ഓക്കെ, ഇന്ത്യയുടെ ഏറ്റവും വലിയ, അതായത് രാജ്യത്തിന്റെ വലുപ്പമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചൈനയും ഏറ്റവും ചെറുത് ഏതാന്ന് ചോദിച്ചാൽ മാലിദ്വീപുമാണ്. ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നത്? 9 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത്. അതിൽ 7 രാജ്യങ്ങളുമായിട്ടാണ് കര അതിർത്തി, 2 രാജ്യങ്ങളുമായിട്ട് സമുദ്ര അതിർത്തിയാണ് പങ്കിടുന്നത്. പിന്നെ അതിർത്തി രേഖകൾ ചോദിക്കും. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏതാണ്? ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖ, ഇന്ത്യ ചൈന മക്മോഹൻ രേഖ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് രേഖ. പിന്നെ ഏതാണ്? ഇന്ത്യ മാലിദ്വീപ് 8 ഡിഗ്രി ചാനൽ, ഇന്ത്യ ശ്രീലങ്ക പാക് കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ. ഓക്കെ, ഇന്ത്യ ശ്രീലങ്കയാണ് പാക് കടലിടുക്ക് അല്ലെങ്കിൽ ഗൾഫ് ഓഫ് മാന്നാർ. ഇങ്ങനത്തെ ഓരോന്നും പഠിച്ചു വെച്ചിട്ട് പോവുക. പിന്നെ ഉണ്ടാവും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ കുറെ ഉണ്ട്. എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും അറിഞ്ഞു വെച്ചിട്ട് പോവാ. പറ്റുന്ന അത്രയും ആർട്ടിക്കിളുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവാ. പ്രത്യേകിച്ച് മൗലികാവകാശങ്ങളിൽ വരുന്ന ആർട്ടിക്കിളുകൾ ഒന്ന് പഠിച്ചിട്ട് പോവാ. പിന്നെ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഭരണഘടനാ നിർമ്മാണ സമിതിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റി. പിന്നെ ഏതെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയത് ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ? ഏകദേശം എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതുപോലത്തെ ഒരു ക്ലാസ്സും കൊണ്ട് കൂടെ വരാം. എന്തായാലും ഇനി സയൻസിൽ കുറച്ചൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ക്ലാസ്സും കൂടെ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഏകദേശം ക്ലാസ് പറ്റുന്ന അത്രയും ഞാൻ ഉൾപ്പെടുത്തിയിട്ട് ഏതെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ഞാൻ അതുകൊണ്ട് എന്തായാലും വരാം. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. പറ്റുന്ന അത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകട്ടെ. നന്നായി കണക്ട് ചെയ്തിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാതെ തന്നെ പഠിച്ച കാര്യങ്ങൾ മാക്സിമം നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്ത് പഠിച്ച കാര്യങ്ങളൊന്ന് പെർഫെക്റ്റ് ആക്കുക. ഒരു സംശയം ഇല്ലാതെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായി തന്നെ പെർഫെക്റ്റ് ആക്കി വെച്ച് നല്ല രീതിയിൽ തന്നെ ആൻസർ ചെയ്യുക. സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ നല്ല രീതിയിൽ നോക്കുക. സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ക്ലാസ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളെന്തായാലും GK ബൂസ്റ്റർ കൊണ്ട് അടുത്ത ക്ലാസ്സിലും ഇനിയും GK ബൂസ്റ്റർ തന്നെ ചെയ്യാം. സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് അടുത്ത എക്സാമിന് നോക്കാം കേട്ടോ. സോറി. അപ്പോൾ എന്തായാലും ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. റിവിഷൻ മറക്കരുത്. റിവിഷൻ നല്ല രീതിയിൽ ചെയ്യുക. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നന്നായി തന്നെ പഠിക്കുക, നന്നായി തന്നെ പ്രാർത്ഥിക്കുക, നല്ല വിശ്വാസത്തോടു കൂടെ പോയിട്ട് എക്സാം എഴുതുക, നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യണം. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ നന്നായി തന്നെ റിവിഷൻ ചെയ്യുക. നമുക്ക് മനസ്സിൽ തോന്നും പുതിയത് പഠിക്കണം എന്നിങ്ങനെ മനസ്സിൽ തോന്നും. പക്ഷേ അതല്ല, നിങ്ങൾ നല്ല രീതിയിൽ റിവിഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ പോയിട്ട് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഏകദേശമൊക്കെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നു വിചാരിക്കുന്നു. ഇപ്പോഴും പലതും മൈൻഡിൽ കിട്ടുന്നില്ല. ഏതെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇനിയും കുറച്ച് പദ്ധതികളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൊണ്ടുവരാം. അങ്ങനത്തെ ചോദ്യം വരാൻ ചാൻസ് ഉള്ള അതൊക്കെ അടുത്തതിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ് നല്ല രീതിയിൽ ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. പറ്റുന്ന അത്രയും കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിച്ചിട്ട് പോവുക. കറണ്ട് അഫയേഴ്സ് എങ്ങനത്തെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. കറണ്ട് അഫയേഴ്സ് ക്ലാസ് ചെയ്യാനുള്ള ഒരു ടൈം എനിക്കിപ്പോൾ കിട്ടൂല. എന്തായാലും ഈ എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. എന്തൊക്കെ ഒന്നാമത് പദവിയിൽ ഇരിക്കുന്നത് ആരൊക്കെ, നിലവിലെ മന്ത്രിസഭ, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ്. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ, ഇങ്ങനത്തെ ഈ അടുത്ത് നടന്ന പ്രശസ്തമായ സംഭവങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യുക. അല്ലാതെ 500 കറണ്ട് അഫയേഴ്സ് ഒപ്പം ഇരുന്നിട്ട് വായിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ ടൈം വെറുതെ പോകും, നിങ്ങൾക്ക് അതൊന്നും ഓർമ്മയിൽ നിൽക്കില്ല. അപ്പൊ സംഭവങ്ങൾ പഠിക്കുക. ഓപ്പറേഷൻ സിന്ദൂർ പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ചന്ദ്രയാൻ 3 ഒന്ന് ഓർത്തു വെച്ചോ. പിന്നെ അതുപോലെ തന്നെ ഒളിമ്പിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പൊ അങ്ങനത്തെ, പിന്നെ അതുപോലെ തന്നെ കായികമേള, അതുപോലെ തന്നെ കലാശാസ്ത്രമേള, ഇങ്ങനത്തെ കാര്യങ്ങൾ, കലോത്സവം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഇതിന്റെയൊക്കെ വേദികൾ, പ്രധാനപ്പെട്ട വേദികൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചിട്ട് പോവുക. വേദികൾ, പിന്നെ അതുപോലെ തന്നെ
ദിനങ്ങളും പ്രമേയങ്ങളും ഇങ്ങനത്തെയൊക്കെ എന്തായാലും പഠിച്ചിട്ട് പോവാം. പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങൾ ഈ അടുത്ത് നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ, എന്തൊക്കെ എന്തിൽ നിന്നൊക്കെ ചോദ്യം വരും, ഇങ്ങനത്തെ സംഭവങ്ങൾ പഠിക്കുക. പ്രത്യേകിച്ച് പദവികളിൽ ആരെല്ലാം, അല്ലെങ്കിൽ പുതിയ നിയമനങ്ങൾ, നിലവിലെ മന്ത്രിസഭ, അങ്ങനത്തെ പുതിയ പുതിയ കാര്യങ്ങൾ മാക്സിമം പഠിച്ചെടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ബാച്ചിൽ നമുക്ക് VFA ബാച്ച് ഉണ്ട്. ഇപ്പോൾ 10th പ്രിലിംസിന്റെ ബാച്ച് ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. 2 ബാച്ചിലും ഏതെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞ് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. എന്തായാലും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ പോയി നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്ത് നല്ല റാങ്കിൽ തന്നെ വരിക. നല്ല റാങ്കോടുകൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കട്ടെ. എന്റെ പ്രാർത്ഥനയിൽ ഉണ്ടാവും. നിങ്ങളും നന്നായിട്ട് തന്നെ പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലഭിക്കും. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.